ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ചാനലിലൂടെ കടന്നു വരുന്നതായ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരെയും ആത്മീക ജീവിതത്തിന്റെ അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിനും മുഖാന്തരവുമായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആശംസിക്കുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നവനെങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും പൊഴിഞ്ഞ ചേറ്റിൽ നിന്നും അവനെ കയറ്റി. ഹല്ലേലൂയ, സ്തോത്രം. പാപത്തിന്റെ നാശകരമായ കുഴിയിൽ നിന്നും കർത്താവ് ഹല്ലേലൂയ നമ്മെ ഓരോരുത്തരെയും പിടിച്ച് കരകയറ്റി. ഞങ്ങളുടെ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പാപത്തിന്റെ അന്ധകാരത്തിൽ കിടക്കുന്ന ജീവിതങ്ങളെ കർത്താവ് തൻ്റെ കരം പിടിച്ച് കയറ്റുമാറാകട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആശംസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യേണ്ടതിന് ആ സാക്ഷ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൽ ഏറ്റവും അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടിവിയിലേക്ക് തൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിന് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസി, കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവല്ലോ? സന്തോഷമായിരിക്കുന്നു ആന്റി, കൃപയാൽ. കർത്താവ് സഹായിക്കട്ടെ. ദേവദാസിയെ ഞങ്ങൾക്ക് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദേവദാസിയുടെ ജീവിതത്തിന്റെ അനുഭവം കേൾവിക്കാർക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് കർത്താവിൽ ആശംസിക്കുന്നു. പ്രിയ ദേവദാസി, ജീവിത അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പം അങ്ങയുടെ മഹാ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, അങ്ങയുടെ ദാസിയെ ബലപ്പെടുത്തണമേ കർത്താവേ. ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്യുവാനുള്ള എല്ലാ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ ദാസിയുടെ മേൽ പകർന്നു കൊടുക്കണമേ. നാവോടും വായോടും അങ്ങയുടെ ആത്മാവ് കൂടെ ഇരിക്കണമേ. കേൾക്കുന്ന ജനത്തിന് കർത്താവിന്റെ നാമത്തിലേക്ക് ഹല്ലേലൂയ അറിയുവാനും ക്രിസ്തുവിലേക്ക് കടന്നു വരുവാനും ഈ സാക്ഷ്യം അവിടുന്ന് മുഖാന്തരമായി തീരണമേ എന്ന് അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആ വലിയ സാന്നിധ്യത്തിനുള്ളിൽ അല്പസമയം ഞങ്ങളെ ഇരുത്തിയാട്ട സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ദേവദാസി, ഹല്ലേലൂയ. ദേവദാസി എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് ഹല്ലേലൂയ സ്വയം ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്താട്ട്. ആന്റി, പ്രൈസ് ലോർഡ്. ഞാൻ ആലുവയിൽ നിന്നാണ് നമ്മുടെ ജോയ്സ് ടിവിയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ആലുവയിലാണ് താമസിക്കുന്നത്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ദേവദാസി, ഇനിയുള്ള സമയം ഞാൻ കർത്താവിന്റെ ദാസിക്ക് നൽകി തരികയാണ് ജീവിതത്തിന്റെ അനുഭവത്തെ ഷെയർ ചെയ്യുന്നതിന്. അതിനായി കർത്താവ് ദേവദാസിയെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഓക്കെ ആന്റി, പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദ്യം തന്നെ ഞാൻ ജോയ്സ് ടിവിയെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. പ്രിയ റേച്ചൽ ആന്റി, പാസ്റ്റർ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ജോയ്സ് ടിവിയിലൂടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ കേൾക്കുന്ന എല്ലാ ദൈവ മക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവർക്കും ഇന്ന് പകലിൽ ക്രിസ്തയേശുവിൽ എന്റെ സ്നേഹവന്ദനം. എന്റെ പേര് മോളിമ്മ ജോസഫ്. ഞാൻ ഇപ്പൊ താമസിക്കുന്നത് ഞങ്ങൾ ആലുവയിലാണ്. എന്റെ ഹസ്ബൻഡിന്റെ പേര് ശ്രീകുമാർ. ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. മൂത്തത് 2 ആൺമക്കൾ, ഇളയത് മോള്. ആൺമക്കൾ രണ്ടുപേരും അവരുടെ ബിടെക് പഠനം പൂർത്തീകരിച്ചു. അവര് ദൈവ കൃപയാൽ അവരോരോ ചെറിയ ജോലിയിൽ പ്രവേശിപ്പാൻ ദൈവം സഹായിച്ചു. മോള് +2 പഠിക്കുന്നു. എന്റെ വീട് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്ടിൽ കൈനകരി എന്ന സ്ഥലത്താണ്. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും. എന്റെ നാട്. എന്റെ ഹസ്ബൻഡിന്റെ വീടും ആലപ്പുഴ ടൗണിലാണ് എന്റെ ഹസ്ബൻഡിന്റെ വീട്. ഞങ്ങളുടെ വീട്ടില് അപ്പനും അമ്മയും 5 പെൺമക്കളും അടങ്ങുന്ന കുടുംബമായിരുന്നു ഞങ്ങളുടേത്. ഇന്ന് ഞങ്ങളുടെ അമ്മ നിത്യതയിൽ പ്രവേശിച്ചു. 2018 ഞങ്ങളുടെ അമ്മ നിത്യതയിൽ പ്രവേശിച്ചു. ഞങ്ങളുടെ പിതാവ് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന് 86 വയസ്സുണ്ട്. കൈനകരിയിൽ തന്നെ നമ്മുടെ കുട്ടനാട്ടിലെ തായങ്കരി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ശുശ്രൂഷയിൽ സഹായിച്ചു വരുന്നു. കൈനകരിയിൽ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. കാരണം ഞങ്ങൾ 5 സഹോദരിമാരാണല്ലോ. ഞങ്ങൾ 5 പേരും 5 ഇടത്താണ്. വീട്ടിൽ വേറെ ആരുമില്ല. പിതാവ് തനിച്ചാണ് അവിടെ താമസിക്കുന്നത്. തനിച്ച് താമസിക്കുന്നതിന് കാരണം അദ്ദേഹം ഈ സഭയുടെ ആ ഒരു ഭയങ്കര ഒരു ആത്മഭാരമാണ്. സഭ വിട്ട് ഞങ്ങളുടെ അടുത്ത് വരില്ല. വന്നാലും 1-2 ദിവസം നിന്നിട്ട് വേഗം തിരിച്ചങ്ങ് പോകും. അങ്ങനെ ദൈവമാരോഗ്യം 86 വയസ്സുണ്ടെങ്കിലും ദൈവാരോഗ്യത്തോടെ കണ്ണിന് കാഴ്ചയ്ക്കോ അല്ലെങ്കിൽ ബുദ്ധിക്കോ ആരോഗ്യത്തിനോ ഒന്നും അതിൻ്റെതായ പ്രയാസം ഉണ്ടെങ്കിലും 86 വയസ്സിന്റെ ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എന്റെ ദൈവം നടത്തുന്നു. ദൈവത്തിന്റെ കൃപയ്ക്കായി, ദയക്കായി, കരുതലിനായി ദൈവത്തിന് മഹത്വം.
ഞാന് ഞങ്ങളുടെ ബാല്യകാലത്തിൽ നിന്ന് തുടങ്ങും. ആന്റി പറഞ്ഞല്ലോ, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കർത്താവ് പിടിവിച്ചു. ഞാൻ പറയാം, പുതിയൊരു പാട്ട് ഞങ്ങളുടെ നാവിന്മേൽ തന്നു. ക്രിസ്തുവാകുന്ന പാറമേൽ ഞങ്ങളെ ഉറപ്പിച്ചു. ഞങ്ങൾ വഴുവഴുപ്പി കടന്നവരാ. ഞങ്ങള് ശരിക്കും ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയുള്ള അനുഭവമാണ്. ഞങ്ങള് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബം. കാരണം 5 മക്കളുണ്ട്. ഞങ്ങളുടെ പിതാവ് ഒരു മത്സ്യബന്ധന തൊഴിലാളിയാണ്. എന്ന് വെച്ചാൽ വേമ്പനാട്ട് കായലിൽ വല ഇറക്കിയും ചൂണ്ടയിട്ടും ഒക്കെ മീൻ പിടിക്കുന്ന ആ ഒരു ജോലിയാണ്. ചൂണ്ടയിടുക എന്ന് പറഞ്ഞാൽ ഒറ്റ ചൂണ്ടയല്ല, വലിയ നീളമുള്ള ടങ്കീസില് ചെറിയ ചെറിയ ചൂണ്ടകൾ കൊളുത്തി കായലിൽ ഇങ്ങനെ നീട്ടും. അപ്പൊ അത് രാവും പകലും ആ ജോലി അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കഷ്ടപ്പാടിൽ പകലില്ലാതെ കഷ്ടപ്പെടുന്ന ആ ഒരു തൊഴിലായിരുന്നു എന്റെ പിതാവിന്. അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബം കൂട്ടിയിരുന്നത്. അമ്മ പശുവിനെ വളർത്തും, പിന്നെ അതേപോലെ തന്നെ പാടത്ത് പണി ചെയ്യും. അങ്ങനെ പിന്നെ പശുവിനെ വളർത്തുന്ന കാര്യങ്ങളിൽ ആ കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ 5 പേരും ഞങ്ങൾ കുഞ്ഞുങ്ങളാ, തീരെ കുഞ്ഞു. എന്നാലും ഞങ്ങളാലാവുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്ത് ഞങ്ങൾ ജീവിച്ച് വളർന്നു പോകുന്നതാ. അപ്പം ഞങ്ങൾ 5 പേരും വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണെങ്കിലും ഞങ്ങൾ വളരെ ആത്മബന്ധമുള്ള കുടുംബമായിരുന്നു. ഞങ്ങളൊരു കത്തോലിക്ക പാരമ്പര്യത്തിലാണ് ജനിച്ചതും വളർന്നതും. ഞങ്ങളുടെ മാതാപിതാക്കൾ ആ വിശ്വാസം, ആ പാരമ്പര്യം, ആ പ്രാർത്ഥന, അതിലൊക്കെയും ഞങ്ങളെ വളർത്തിയെടുക്കാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു. കാരണം ഞങ്ങള് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീടിനടുത്ത പള്ളി, ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോയിട്ട് മിക്കവാറും കഴിയുന്നതും പള്ളിയിൽ പോയി കുർബാന കണ്ടിട്ട് സ്കൂളിൽ പറഞ്ഞു വിടുക, നൊവേന ചെല്ലുക, എന്ന് വെച്ചാൽ നമ്മുടെ കത്തോലിക്ക പാരമ്പര്യം അനുസരിച്ച് ചെയ്യേണ്ടുന്ന എല്ലാ ഭക്തിയും ഞങ്ങൾ വളരെ ആചരിച്ചു പോകുന്ന, ഞങ്ങളുടെ നാട്ടിൽ നല്ല ഒരു മാതൃകയുള്ള കുടുംബമായിട്ട് ഞങ്ങൾ ജീവിച്ചു വന്നതാണ്. പക്ഷെ സാമ്പത്തികം നോക്കുമ്പോൾ ഞങ്ങൾ വളരെ പരാജിതരും, ഞങ്ങൾ വളരെ കഷ്ടം അനുഭവിക്കുന്ന കുടുംബങ്ങളുമായിരുന്നു. ആന്റി, ഞങ്ങൾ തന്നെ അറിയാതെ ഘട്ടം ഘട്ടമായി പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ, പ്രതിസന്ധികൾ കടന്നു വന്നുകൊണ്ടിരുന്നു. ഞാൻ 6-7 വയസ്സുള്ള ആ സമയത്താണ് എന്റെ മാതാവ് ഏറ്റവും ഇളയ അനിയത്തെ പ്രസവിക്കുന്നത്. എന്റെ അമ്മയ്ക്ക് ആസ്മയുടെ അസുഖമുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തണുപ്പ് സീസൺ മാറി വരുന്ന ശ്വാസം മുട്ടുണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ ഇപ്പോഴും ശ്വാസം മുട്ടുണ്ടായി. പ്രസവിക്കുന്നതിന് ഒരു 10 ദിവസങ്ങൾക്ക് മുൻപ് ശ്വാസം മുട്ട് കലശലായി. എന്റെ അമ്മച്ചിയുടെ പേരൻസ് അമ്മച്ചിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി. പക്ഷെ നിർഭാഗ്യരെന്ന് പറയട്ടെ, എടുത്ത ഇഞ്ചക്ഷൻ മാറിപ്പോയി. അതെന്റെ അമ്മയുടെ ജീവിതത്തെ എന്ന് വെച്ചാൽ മരണത്തോട് മല്ലടിക്കുന്ന അനുഭവമായി. പ്രസവിച്ചിട്ടില്ല, കുഞ്ഞകത്തുണ്ട്. കുഞ്ഞിനെയും അമ്മേനെയും ഞങ്ങൾക്ക് നഷ്ടപ്പെടും എന്നുള്ള ഘട്ടമായി. ഞാൻ ഇന്ന് ഓർക്കുന്നു, എന്റെ അമ്മയുടെ ആങ്ങളയുടെ ഭാര്യ ഞങ്ങളോട് പറയുന്നു, മോനെ നിന്റെ അമ്മേനെ കർത്താവ് രക്ഷിക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങൾക്ക് അറിയത്തില്ല എന്തിനായിരുന്നു. ഞങ്ങൾ മുട്ടയെ നിന്ന്, ഞങ്ങളെല്ലാം കുഞ്ഞുങ്ങളാണല്ലോ. എനിക്ക് ചേച്ചി അനിയത്തിമാർ 2 പേര്, എനിക്ക് തന്നെ 6 വയസ്സേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ മുട്ടയെ നിന്ന് കൈ വിരിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചത് ഓർക്കുന്നുണ്ട്. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തൂണ, ഹൃദയം തുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. അതെങ്ങനെയാണെങ്കിലും ദൈവത്തിന്റെ വചനമാ. ആ ദൈവം എന്റെ അമ്മയുടെ കിടക്കയിൽ ഇറങ്ങി. എന്റെ അമ്മയുടെ സുബോധം മടങ്ങി വന്നു, പ്രാണൻ മടങ്ങി വന്നു. അതൊക്കെ വലിയ സീരിയസ് ആയിട്ടുള്ള അനുഭവങ്ങളായിരുന്നു ആന്റി. ആ കാലത്ത് എന്റെ അമ്മ ജീവിക്കുമെന്നൊന്നും വിചാരിച്ചതല്ല. പക്ഷെ ഈ സംഭവം നടന്നു. 9ാമത്തെ ദിവസം അമ്മ കുഞ്ഞിനെ പ്രസവിച്ചു. കാര്യങ്ങളെല്ലാം ഏകദേശം നോർമലായി വീട്ടിലെത്തിയെങ്കിലും ഈ അനിയത്തി ആരോഗ്യപരമായിട്ട് വളരെ ക്ഷീണിതയായിരുന്നു. എന്ന് വെച്ചാൽ രോഗമാണ്, അതിന് ആരോഗ്യം തീരെയില്ല. എപ്പോഴും അസുഖങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നു. അമ്മേനെയും കുഞ്ഞിനെയും ഈ മരുന്നിന്റെ റിയാക്ഷൻ അലട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരിക്കല് ഞങ്ങളുടെ ഒരു അങ്കിള്, നെയ്ബർ ആയിട്ടുള്ള ഒരു അങ്കിൾ ഇങ്ങനെ എന്റെ അമ്മയെ നോക്കി പറയുമായിരുന്നു, ഈ കുഞ്ഞങ്ങ് മരിച്ചു പോയാൽ മതിയായിരുന്നു. അത് മരിച്ചു പോയിരുന്നെങ്കിൽ കുഞ്ഞമ്മയ്ക്ക് കുറെ ആശ്വാസം കിട്ടിയതേ. കാരണം ഈ കുഞ്ഞിളയത് ഞങ്ങൾ 4 പേര് മൂത്തതുണ്ട്. ഞങ്ങൾ എല്ലാവരുടെയും കൂടെ ആ ഒരു എന്റെ അമ്മ കഷ്ടപ്പെടുന്നു, എന്റെ അപ്പം കഷ്ടപ്പെടുന്നു ഒക്കെ കണ്ടിട്ട് അദ്ദേഹം സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്, കഷ്ടത ഓർത്ത് പറഞ്ഞതാണ്. എന്നാൽ ആന്റി, ദൈവം കൈവിടുന്ന ദൈവമല്ല. മാനുഷികമായിട്ടുള്ള ഒരു സഹതാപവും പരിഗണനയും ഒക്കെ ഈ വിധത്തിലാണ് നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നത്. പക്ഷെ ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത്, ഇന്ന് ഞങ്ങൾ 5 പേരിലേക്കാട്ടിൽ ഏറ്റവും ശ്രേഷ്ഠമായി കർത്താവിന്റെ വേല ചെയ്യുന്ന കർത്താവിന്റെ ദാസിയ. മല്ലപ്പള്ളി കീഴ്വായ്പൂര് ചർച്ച് ഓഫ് ഗോഡിന്റെ ശുശ്രൂഷകയും ആണ് അവര്. അപ്പൊ അതാണ് ദൈവത്തിന്റെ വഴികൾ എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ വഴികൾ ഞങ്ങൾ അനുഭവിച്ച് രുചിച്ച് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോരുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു ഏകദേശം 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ എന്റെ അമ്മയുടെ കാഴ്ച
കുറയാൻ തുടങ്ങി. 10ാം ക്ലാസ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അമ്മ നല്ല ഒരു 3/4% എന്റെ അമ്മയുടെ കണ്ണിന് കാഴ്ച ഇല്ല. ഞങ്ങൾ 5 കുഞ്ഞുങ്ങള്, ഞാൻ 10ാം ക്ലാസ്സിലായിട്ടുള്ളൂ. ചേച്ചി +2 ഡിഗ്രി കൊണ്ട്, അനിയത്തിമാര്. നോക്ക്, ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ അമ്മയുടെ കണ്ണിന്റെ കാഴ്ച പോയാൽ പിന്നെ ആ കുടുംബത്തിന്റെ അവസ്ഥ എത്ര ദയനീയമാണ്. ഞങ്ങളൊക്കെ വളരെ കഷ്ടപ്പെടും, വളരെ ഭാരപ്പെട്ടു. ഞങ്ങളെ ഏറ്റവും മാനസികമായിട്ട് തളർത്തി ഞങ്ങളുടെ അമ്മയുടെ കാഴ്ച പോയത്. അമ്മയും ഞങ്ങളെ ഓർത്ത് എപ്പോഴും അമ്മയ്ക്ക് കരച്ചില, കണ്ണുനീര, ഞങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ ഭാവിയെ ഓർത്ത് ദൈവസന്നിധിയിൽ നിലവിളിയും കരച്ചിലും. അതിന് നമ്മൾ കത്തോലിക്ക അതിന് ആ വിശ്വാസത്തിലാണല്ലോ. ആ വിശ്വാസത്തിൽ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുകയും ഞങ്ങളെ ഏറ്റവും നിർബന്ധിക്കുന്ന ഒരു മാതാപിതാക്കളായിരുന്നു ഞങ്ങളുടെ അമ്മയും അപ്പനും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭക്തരായിട്ട് തന്നെ ജീവിച്ചു വന്നത്. ഞങ്ങൾ അമ്മയുടെ കണ്ണിന് ഓപ്പറേഷൻ ചെയ്ത് കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ ഓപ്പറേഷൻ ചെയ്തെങ്കിലും കാഴ്ച തിരിച്ചു വന്നില്ല. കാഴ്ച കിട്ടിയില്ല 100%. ഞങ്ങളുടെ അമ്മ ബ്ലൈൻഡ് ആയി. അതായിരുന്നു ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും. എന്നാല് എല്ലാ ജോലിയും ചെയ്യാൻ എന്റെ അമ്മ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. കണ്ണ് കാണാത്ത ഒരാളാണെന്ന് വേറൊരാൾക്ക് മനസ്സിലാകത്തില്ല. അതേപോലെ അമ്മ, അത് മനസ്സിന്റെ ആഗ്രഹമാണ്, മനസ്സിന്റെ താല്പര്യം കൊണ്ട് അമ്മ എല്ലാം എഴുതി കണ്ണ് കാണാവുന്ന ആളെ പോലെ ചെയ്യുവാൻ ദൈവം അമ്മയെ സഹായിച്ചു. അതോടൊപ്പം തന്നെ എന്റെ അമ്മ കാണാൻ വലിയ മോശമില്ലാത്ത സുന്ദരിയായ ഒരു സ്ത്രീ ആയിരുന്നു. പക്ഷെ അമ്മയുടെ ഈ തൊലിയുടെ നിറമെല്ലാം വെള്ളപ്പാണ്ട് പോലെ അവിടെ ഇവിടെ നിറം മാറാൻ തുടങ്ങി. കുറച്ച് വർഷങ്ങളും കൂടെ കഴിഞ്ഞപ്പോ അമ്മ ശരിക്കും ഒരു വെള്ളക്കാരിയെ പോലെ ദേഹം മുഴുവനും വെള്ളയായി. അതോടൊപ്പം തന്നെ കാഴ്ചയും പോയി. അതൊക്കെ നമുക്ക് 5 പെൺമക്കൾ, ഞങ്ങൾക്ക് സാമ്പത്തികമില്ല, ഞങ്ങളുടെ ആടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, പിതാവ് ഇത്രയും നിസ്സഹായൻ. അപ്പൊ അങ്ങനെ ആ ഒരു സമൂഹത്തിൽ ഞങ്ങൾ ഏറ്റവും പ്രയാസത്തോടെ ജീവിക്കുന്ന കാലം. പിന്നെയും കാലങ്ങൾ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ ഈ ഇളയ അനിയത്തി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത് പ്രസവിച്ച് അമ്മക്ക് വളരെ ശാരീരികമായിട്ട് കഷ്ടതയായിരുന്നു എന്ന്. അവരുടെ കാലിന്റെ വെള്ള മുഴുവനും ഉപ്പൂറ്റിയും വെള്ളമെല്ലാം ഇങ്ങനെ നമ്മൾ മീൻ വരയുന്നത് പോലെ വരഞ്ഞ് ബ്ലഡ് കാണാവുന്നത് പോലെ വിണ്ട് കീറും. 2 കാലും വിണ്ട് കീറിയ ഫുള്ളിരിക്കുന്ന, കാല് നിലത്ത് കുത്താൻ പറ്റത്തില്ല. അവൾക്ക് തീരെ ആരോഗ്യമില്ല. അവളെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞപ്പോ എന്റെ അപ്പൻ ഇങ്ങനെ തോളത്ത് അവളെ 2 കാലും മുന്നോട്ടിട്ട് തോളത്തിരുത്തിയാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ ഞങ്ങളുടെ ചേച്ചി, അതായത് പോളച്ചൻ പാസ്റ്ററുടെ ഭാര്യ, ചേച്ചി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ചേച്ചിയാണല്ലോ മൂത്തത്, ഞങ്ങളെയൊക്കെ വളർത്തിയത്. ആന്റി, ഇപ്പം വെറും വാക്കിൽ നമുക്ക് കഷ്ടത ചേച്ചി കഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ അനുഭവിച്ചു വന്ന ഓരോ ദിവസത്തെ അനുഭവങ്ങളും നമ്മുടെ വാക്കുകൾക്ക് വർണ്ണിക്കുവാൻ കഴിയാത്തവണ്ണോ. ചേച്ചി വളരെ കഷ്ടപ്പെട്ടു, ഞങ്ങളെ സഹായിച്ചു, ഞങ്ങളെ വളർത്തുവാനും എല്ലാം ചേച്ചിയുടെ ഒരു നല്ല പങ്കുണ്ട്. അങ്ങനെ അപ്പൊ എന്റെ പിതാവ് ഇവളെ തോളിലെടുത്ത് സ്കൂളിൽ കൊണ്ടുപോകും, അതേപോലെ തന്നെ തോളിൽ ചുമന്ന് വീട്ടിൽ കൊണ്ടുവരും. കുറെ അധികം നാൾ എന്റെ കുഞ്ഞ് ആ വേദന സഹിച്ചു. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ നാട്ടില് പള്ളിയിൽ ഒരു കരിസ്മാറ്റിക് ധ്യാനം വന്നു. ആ ധ്യാനത്തിൽ ഞങ്ങൾ പോയി. പക്ഷെ ദൈവത്തിന് മുഖപക്ഷമില്ല. കണ്ട, ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, സത്യമായും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ. അന്ന് ആ കൺവെൻഷൻ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുമ്പോ മറ്റൊന്നുമല്ല രക്ഷ, കർത്താവിന്റെ നാമമാണ് സൗഖ്യമാക്കുന്നത്, കർത്താവിന്റെ അടിപ്പിണറുകളാ സൗഖ്യമാക്കുന്നത്, ദൈവത്തിന്റെ വചനത്താലാണ് സൗഖ്യം. അന്ന് ദൈവത്തിന്റെ വചനം അവിടെ പ്രസംഗിച്ച സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ബ്രദറാണ് അന്ന് വചനം ശുശ്രൂഷിച്ച്. അദ്ദേഹം വചനം ശുശ്രൂഷിക്കുമ്പോ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇവരുടെ പേര് ഇങ്ങനെ ഒരു കുട്ടി ദൈവം സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ കർത്താവളെ തൊട്ട് സൗഖ്യമാക്കി. അങ്ങനെ ആ ഒരു സൗഖ്യം ഞങ്ങൾ അനുഭവിച്ചു. അപ്പൊ ഒന്നുകൂടെ ഞങ്ങള് പള്ളി ഭക്തി ഞങ്ങളുടെ കൂടി. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോ 1996 എത്തിയപ്പോ എന്റെ ചേച്ചി പോളച്ചൻ പാസ്റ്ററുടെ ഭാര്യ കർത്താവിനെ അറിയാനിടയായി തീർന്നത് പെന്തക്കോസ് വിശ്വാസവും കത്തോലിക്ക വിശ്വാസവും തമ്മിൽ ഒരിക്കലും അത് യോജിച്ചു പോകുന്നതല്ല. അപ്പം ഒരു അത് നമുക്ക് അംഗീകരിക്കാൻ ആ നാളുകളിൽ പറ്റാത്തൊരു കാര്യമായിരുന്നു. ചേച്ചി കർത്താവിനെ അറിഞ്ഞു. ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ചേച്ചിക്കെതിരായി. ചേച്ചിനെ ഒറ്റപ്പെടുത്തി, ചേച്ചിനെ കുറ്റപ്പെടുത്തി. ചേച്ചി തളർന്നില്ല. വിഷമമൊക്കെ ഉണ്ട്. ഞങ്ങള് കൈത്താങ്ങി കൊണ്ടുവന്നതല്ലേ. എന്നിട്ട് ഞങ്ങൾ ചേച്ചിനെ ഒറ്റപ്പെടുത്തിയപ്പോൾ ചേച്ചിക്ക് വിഷമമില്ലാതിരിക്കത്തില്ല. ഞാൻ ഇന്ന് ഓർക്കുന്നു ആന്റി, ഞങ്ങൾക്കൊരു ചെറിയ ടേബിൾ ഉണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരുന്ന് പഠിക്കാൻ. ഞങ്ങളുടെ ചേച്ചി ഞങ്ങള് കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുമ്പോൾ ഈ ടേബിളിന്റെ അടി കയറി തലയെ തൊന്നിട്ട് മുഴങ്കാലയിൽ ഇരുന്ന് ചേച്ചി പ്രാർത്ഥിക്കും. ഇവിടൊക്കെ ഞങ്ങൾ കളിയാക്കും ഒക്കെ ചെയ്യും. പക്ഷെ ചേച്ചിയുടെ പ്രാർത്ഥന ദൈവം തള്ളിക്കളഞ്ഞില്ല. ക്രമേണ ഓരോരുത്തർ കർത്താവിനെ അറിയാനിടയായി തീർന്നു. എന്റെ ഇളയ അനിയത്തി
അന്ന് ഈ ചേച്ചി വിശ്വാസത്തിൽ വന്നിട്ടും നമ്മുടെ വീട്ടിൽ ഒരു ദേവദാസനും ദേവദാസി ആ പ്രദേശത്ത് ശുശ്രൂഷയ്ക്ക് വന്ന ദേവദാസനും ദേവദാസിയും വന്നപ്പം എന്റെ ഏറ്റവും വലിയ അനിയത്തി പ്രിയക്കുട്ടി, കാരണം ഞങ്ങളുടെ കുഴപ്പമല്ല, നമ്മളോട് അങ്ങനെയാ പഠിപ്പിച്ചു വെച്ചത്, ഒരു ചൂലെടുത്തുകൊണ്ട് ചെന്നിട്ട് ദേവദാസന്റെ നേരെ പറഞ്ഞിട്ട് ഞങ്ങളുടെ അതിരിനകത്ത് കയറിയ ഞാൻ ഈ ചൂലും കൊണ്ട് അടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ കാരണം അറിയില്ല, അവർ നമ്മുടെ ആ ഭക്തിയുടെ അധികം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോയത്, അറിവില്ലായ്മയുടെ സമയത്ത്. പക്ഷെ ആ ദേവദാസൻ വളരെ ശാന്തനായി ആ കാര്യം കൈകാര്യം ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. എന്റെ ഇളയ അനിയത്തി ചേച്ചിക്ക് ചേച്ചിയുടെ കൂടെ ചർച്ചിൽ പോകാനായിട്ട് എങ്ങനെ തുടങ്ങി. ദൈവം ആകർഷിക്കുമ്പോ ഒരുവൻ ദൈവത്തിന്റെ കൃപയിൽ ആയിരിക്കും. അങ്ങനെ 2 മാസമേ കഴിഞ്ഞുള്ളൂ. എന്റെ ഏറ്റവും ഇളയ അനിയത്തി ഇങ്ങനെ പറഞ്ഞു, എന്റെ ഏറ്റവും ഇളയ അനിയത്തി ഞങ്ങളുടെ പമ്പയാറ്റിൽ അവൾ കർത്താവിനെ സാക്ഷീകരിക്കാൻ സ്നാനപ്പെടുവാൻ ദൈവം ഇടയാക്കി. പിന്നെ ചേച്ചിയും അവളും കൂടെ ആയി ചർച്ചിൽ പോയിട്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനിടയ്ക്ക് വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അതിദുഃഖകരമായ വേറൊരു പ്രയാസം കടന്നു വരിക. പ്രയാസം മറ്റൊന്നുമല്ല, ഈ ഞാൻ തന്നെയാണ്. എന്റെ വിവാഹം ആന്റി, ഞാനൊരു കത്തോലിക്ക വിശ്വാസി, ഞാൻ വിവാഹം കഴിച്ചതൊരു ഹിന്ദു വിശ്വാസി. എന്റെ വിവാഹം, അപ്പൊ എന്റെ ചേച്ചിയുടെ വിവാഹം നടന്നിട്ടില്ല, ഇളയത്തങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഒരു റിലേഷനിൽ ഞാൻ വരികയും എന്റെ വിവാഹം നടത്തുകയും ചെയ്തു. നിശ്ചയമായിട്ടും ഒരു കുടുംബത്തെ, മാതാവിനെ, പിതാവിനെ, സഹോദരങ്ങളെ, അവരുടെ ഹൃദയം ഒരിക്കലും മുറിവണങ്ങാത്ത രീതിയിലുള്ള ഒരു അപമാനത്തിന്റെ ഒരു പ്രതിസന്ധി, പ്രയാസം അത് വളരെ എന്റെ മാതാവിനെയും പിതാവിനെയും വേദനിപ്പിച്ചു, എന്റെ സഹോദരങ്ങളെ വേദനിപ്പിച്ചു. അവരുടെ ഭാവി ഒന്നും ആയിട്ടില്ല, ചേച്ചിയുടെ വിവാഹവും നടന്നിട്ടില്ല. അങ്ങനെ ഞാൻ ഒരു ഹൈന്ദവനായ ശ്രീകുമാർ എന്നാണ് എന്റെ ഹസ്ബൻഡിന്റെ പേര്. ഞങ്ങൾ വിവാഹം കഴിച്ചു. ഞാൻ അങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ നിൽക്കട്ടെ, ഞാൻ അവിടുത്തെ കഥ ഞാൻ പിന്നീട് പറയാം. അപ്പൊ ആ സമയം എന്റെ ചേച്ചി വിശ്വാസത്തിലായി, എന്റെ അനിയത്തി വിശ്വാസത്തിലായി. അങ്ങനെ ഇരിക്കെ ഈ പോളച്ചൻ പാസ്റ്ററുമായിട്ട് ചേച്ചിയുടെ വിവാഹം ഏകദേശം ഒക്കെ ഒന്ന്, നമുക്ക് അന്ന് തൈക്കൂടം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചില് ആയിരിക്കുന്നത് റോയ് ചെറിയാൻ പാസ്റ്റർ ലതയാന്റിയാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഒരു ആത്മീയ പിതാവെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ പറ്റാത്ത മറ്റൊരു ദേവദാസനാണ് പാലാരിവട്ടം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലുള്ള ജോണിക്കുട്ടി പാസ്റ്ററെങ്കിലും സലോമിയാന്റിയും. അവരൊക്കെയാണ് താങ്ങുപോകാതെ ഞങ്ങളെ കൈ പിടിച്ച്, ഞങ്ങൾ പലപ്പോഴും ആഴമുള്ള കുഴിയിലോട്ട് താന്നു പോകുമ്പോഴും ദൈവത്തിന്റെ മനുഷ്യരുടെ രൂപത്തിൽ വന്ന് ഞങ്ങളെ കൈപിടിച്ച് ഞങ്ങളെ നിർത്തിയ വ്യക്തികളാണ് ഈ ദേവദാസന്മാർ. അങ്ങനെ ആന്റി, ചേച്ചിയും ഞങ്ങൾ പോളച്ചൻ പാസ്റ്ററിനെ ഞങ്ങൾ ചേട്ടായി എന്നാ വിളിക്കുന്നത്. ചേട്ടായിയുമായിട്ടുള്ള വിവാഹമൊക്കെ ഏകദേശം ഉറപ്പിച്ചു. ചേട്ടായി ഞങ്ങളുടെ കുടുംബത്തെ വളരെ സ്നേഹിച്ചു. ഞങ്ങൾ 5 സഹോദരങ്ങളെ സ്നേഹിച്ചു. ഞാൻ ഇങ്ങനെ പോയെങ്കിലും ചേട്ടായി എന്നെ വളരെ സ്നേഹിച്ചു. അത് വേറൊന്നുമല്ല, ദൈവസ്നേഹം ചേട്ടായിലുള്ളത് കൊണ്ട്, ചേച്ചിയിലുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ അവരെ വേദനിപ്പിച്ചെങ്കിലും അവരെന്നെ തള്ളിക്കളഞ്ഞില്ല ആന്റി. അവരെന്നെ സ്നേഹിച്ചു. എന്റെ സഹോദരങ്ങളും എന്റെ പേരൻസും എന്നെ സ്നേഹിച്ചു. എന്നോട് സുവിശേഷം പറഞ്ഞു. ചേട്ടായി എന്നെ കൊണ്ട് ചർച്ചിലൊക്കെ പോയി. ഞങ്ങളുടെ സഹോദരങ്ങളെ ഓരോരുത്തരെയും ചർച്ചിൽ കൊണ്ടുപോകാൻ ചേട്ടായി വളരെ മുൻകൈ എടുത്തു. ആദ്യമൊക്കെ ചേട്ടായിനെ ഞങ്ങളുടെ സഹോദരങ്ങളെ എതിർക്കുമായിരുന്നു ഈ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞു. എന്നാൽ എന്റെ പിതാവും മാതാവും 98 ഒക്ടോബറിൽ സ്നാനപ്പെടുവാനായിട്ട് ദൈവം സഹായിച്ചു. അതങ്ങനെ ഞങ്ങളുടെ സഹോദരങ്ങൾ, ആ സമയം എന്റെ നേരെയല്ല, എനിക്ക് ഇന്ന് മഹാരാഷ്ട്രയിലെ കർത്താവിന്റെ വേല ചെയ്യുന്ന സഹോദരി, അവളുടെ കന്യാസ്ത്രീയാണ്. അവള് ഞങ്ങളെല്ലാവരും ബന്ധുക്കോസിലായി പോയപ്പോ അവളുടെ കോൺവെന്റിൽ അതും മറ്റൊരു സാക്ഷ്യം ആന്റി, അവൾ അനുഭവിച്ച സാക്ഷ്യം അതുപോലൊരു സാക്ഷ്യം. അവളും ആ കോൺവെന്റിലാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. ഇനി എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് വരാം. എന്റെ ഹസ്ബൻഡിന്റെ വീടെന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ എന്റെ ആദ്യത്തെ ബൈബിൾ കോളേജാണ്. ആന്റി, കത്തോലിക്ക വിശ്വാസത്തിൽ നമ്മൾ യേശുവിനെ അധികം നമുക്കറിയത്തില്ല. നമുക്ക് വിശ്വാസം, വിശുദ്ധന്മാർ അങ്ങനെയൊക്കെ, എന്നാലും ആ ഒരു വിശ്വാസം ടോട്ടലി ഡിഫറെന്റ് ആണല്ലോ. എന്നിട്ട് ഈ ഹൈന്ദവ ആചാരം ആചരിക്കുന്ന വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ പ്രതിസന്ധിയാ. അതിനെ അംഗീകരിച്ചു പോകാനൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം എന്റെ പോളച്ചൻ ചേട്ടായി അല്പകാലമാണെങ്കിലും എന്നോട് പറഞ്ഞ ദൈവവചനം, ഞങ്ങളെയും കൊണ്ട് പോയി 1-2 മീറ്റിങ്ങുകൾക്കൊക്കെ ഞങ്ങളെ കൊണ്ടുപോയതിന്റെ ആ ഒരു ചെറിയ വെളിച്ചം, രക്ഷിക്കപ്പെടുക എന്നൊന്നും അറിയത്തില്ല. രക്ഷിക്കപ്പെടൽ എന്താ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. എനിക്ക് അന്ന് ദാനിയേലിനെയോ ചന്ദ്രക്കിനെയോ മേശക്കിനെയോ അബേദിനെയോ അവരുടെ സ്റ്റോറി ഒന്നും എനിക്കറിയത്തില്ല.
അല്ലെങ്കിൽ നമ്മൾ വചനം വായിച്ചിട്ടാ തീരുമാനം എടുത്തതെന്ന് പറയുന്നത് എനിക്കതൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത്, ജീവിച്ചാലും മരിച്ചാലും ഞാൻ യേശുവിനെ അല്ലാതെ ഞാൻ വിളിക്കത്തില്ല എന്ന് ഞാൻ എന്റെ 23-ാമത്തെ വയസ്സിൽ ഞാനൊരു തീരുമാനം എടുത്തു. അന്ന് അത് ആ ഒരു തീരുമാനം എന്നെ ഒത്തിരി സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വന്നു. കാരണം എന്റെ ഹസ്ബൻഡിന്റെ മാതാവിന്റെ ഒരു സ്നേഹമുള്ളവരാ. കാരണം നമ്മളെപ്പോഴും ജനിച്ചു വളർന്ന ആ വിശ്വാസം നമ്മുടെ മക്കളും പിൻപറ്റണമെന്നാണല്ലോ എല്ലാ മാതാപിതാക്കളുടെ ആഗ്രഹം. അത് തന്നെ എന്റെ ഇൻഡോസും എന്റെ ഹസ്ബൻഡിന്റെ അപ്പനും അമ്മയും വിചാരിച്ചുള്ളൂ. പക്ഷെ അത് വളരെ സ്ട്രഗിൾ ആയിരുന്നു എനിക്ക് എന്റെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് അവിടെ. എന്നാൽ ബാബേലില് അവരെ നിർത്തിയ ഒരു ദൈവം ഉണ്ടെന്ന് അന്ന് എനിക്ക് അറിഞ്ഞില്ലായിരുന്നു. പക്ഷെ ആ ദൈവം അന്ന് എന്റെ കൂടെ അവിടെ ഇറങ്ങി വന്നു. ഞാൻ കല്യാണം കഴിച്ച് പോകുന്നതിന് മുമ്പേ ഞാൻ ഈ ഒരു തീരുമാനം എടുത്തെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വളരെ സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വന്നു. ഞാൻ വിവാഹം കഴിച്ച് പോകുന്നതിന് മുമ്പേ നമ്മുടെ പാലാരിവട്ടത്തുള്ള ദോടിക്കുട്ടി പാസ്റ്റങ്ങളും ആന്റിയും എനിക്കൊരു ബൈബിള് തന്നിരുന്നു. ആ ബൈബിൾ എന്റെ കൈവശമുണ്ട്. അപ്പൊ ഞാൻ എന്റെ മുറിക്കകത്ത് കയറി ഞാൻ വളരെ കരഞ്ഞ് പ്രാർത്ഥിക്കും. ആന്റി, പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നത് ബൈബിള് വായിക്കും, വചനം വായിക്കും, ഞാൻ കരയുക എന്നല്ലാതെ എനിക്കൊരു വേറെ ഒരു പ്രാർത്ഥന അറിയില്ല. കരഞ്ഞെന്റെ ബൈബിള് മുഴുവൻ കരയും, കണ്ണുനീര് കൊണ്ട് നനയും. അപ്പോ അങ്ങനെ ആ ദിവസങ്ങളെല്ലാം കടന്നുപോയി. ഞങ്ങൾക്കൊരു മോനുണ്ടായി. അതൊക്കെ എന്നെ പിടിച്ചു നിൽക്കാൻ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ നാളുകളാണ്. ആന്റി, എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഞാൻ അങ്ങനെ പ്രതികൂലത്തിലായിരിക്കുന്നുവെങ്കിൽ, ഈ കാലത്ത് സ്നേഹിച്ച് കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ഒത്തിരി പേരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. ദൈവത്തെ അറിഞ്ഞവരും അറിയാത്തവരും എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. പക്ഷെ സംഭവിച്ചു പോയി. നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത് 100 ആടുണ്ടായിട്ട് ഒന്ന് കാണാതെ പോയ 99 അവിടെ നിർത്തിയിട്ട് ആ കാണാതെ പോയ ഒന്നിനെ തേടിപ്പോകുന്ന ദൈവമാണെന്നുള്ളത് ഞാൻ രുചിച്ചറിഞ്ഞു. ഞാൻ സമ്മതിക്കുകയാണ്. നമ്മുടെ സമ്മതമാണ് അവിടെ ആവശ്യം. ഞാൻ തെറ്റിപ്പോയി, ഞാൻ എന്റെ പേരൻസിനെ വേദനിപ്പിച്ചു, ഞാൻ എന്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ചു. കർത്താവെ എന്നെ മടക്കി വരുത്തണം, എനിക്ക് മടങ്ങി വരണം, എനിക്ക് കർത്താവിന് മാത്രം മതി ദൈവമായിട്ട്. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാനിടയായി. എന്റെ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പം പേരൻസിന്റെ ആഗ്രഹങ്ങളുണ്ടല്ലോ, അമ്പലത്തിൽ അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു നാമധേയത്തിൽ കൊണ്ടുപോയി ഓരോന്ന് ചെയ്യാൻ. ആന്റി, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, എന്റെ കുഞ്ഞിനെ അങ്ങനൊന്നും കൊണ്ടുപോകല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ എനിക്കറിയില്ല. ഞാൻ എന്റെ കുഞ്ഞിനെ മടി വെക്കും, ഞാൻ ബൈബിള് തുറന്നു വെക്കും, കിട്ടുന്ന ഭാഗം വായിക്കും, കരച്ചില് മാത്രമേ ഉള്ളൂ. എനിക്ക് എന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് മാറ്റത്തില്ല. മരിക്കേണ്ടി വന്നാലും ഞാൻ ഈ തീരുമാനത്തിൽ നിന്ന് മാറത്തില്ല. ഞാൻ ഒരെണ്ണത്തിന്റെ മുന്നിൽ ചെന്ന് നിൽക്കത്തില്ലെന്ന് ഞാനൊരു തീരുമാനം എടുത്തു. ആന്റി, എന്റെ അമ്മായിയമ്മ ഒരു നേർച്ച, അമ്മച്ചിക്ക് ഒരു ആഗ്രഹം, കുഞ്ഞിനെ 3 മാസം ആകുമ്പം അമ്പലത്തിൽ കൊണ്ടുപോയി മുടി വെട്ടിക്കണം എന്നുള്ളത്. അത് അവരൊക്കെ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ എനിക്ക് അപ്പോഴും അറിയില്ലല്ലോ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. ഇസ്രായേലിന് ബാധ അയച്ചത് ഇസ്രായേൽ മക്കളെ ബാധിച്ചില്ല, അവരെ പുറത്തു കൊണ്ടുവരാനാ എന്ന് പറഞ്ഞതുപോലെ ആന്റി, എന്റെ കുഞ്ഞിന് 3 മാസമാകാൻ ഇനി ഒരാഴ്ചയും കൂടെ സമയമുള്ളൂ. 3 മാസത്തെ കയറിയ കൊണ്ടുപോയി ഈ നേർച്ച ചെയ്യാം. പക്ഷെ നമുക്കൊരാഗ്രഹം, എന്റെ കുഞ്ഞിന്റെ എന്റെ മേത്തോ അന്യ ദൈവങ്ങളുടെ യാതൊന്നും എന്ത് ചെയ്യരുത്, ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആന്റി, ഞാൻ എന്റെ വാക്കുകൾക്ക് എത്ര ആഴമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നോക്കിക്കേ, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ഞാൻ പ്രസവിച്ച കുഞ്ഞിനെ നിസ്സഹായമായിട്ട് ഞാൻ നിൽക്കുന്നു. എന്റെ കുഞ്ഞിനെ അന്യ ദൈവങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാനായിട്ട് പോകുന്നു. പ്രസവിച്ചത് ഞാനാ, കുഞ്ഞിന്റെ അപ്പനും ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവകാശം അപ്പോ ഇല്ല. കാരണം നമ്മൾ പേരൻസിന് കീഴ്പ്പെട്ടിരിക്കുന്നവരാണ്. അവര് പറയുന്നതാണല്ലോ നമ്മുടെ പത്യവാക്യം. അപ്പൊ പക്ഷെ എനിക്ക് മനസ്സിലായി, ഉന്നതിന് മേൽ വാഴുന്ന ഒരു അത്യുന്നതൻ ദൈവം എന്തെങ്കിലും വിചാരിച്ച അതാ നടപ്പാക്കുന്നത്. ആഗാറ് കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് ഒരു അമ്പിൻപാട് ദൂരെ മാറിയിട്ടുണ്ട്. കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ടാന്ന് കരഞ്ഞു. അന്ന് എനിക്ക് വചനം അറിയത്തില്ല, ഇന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ കരയുമായിരുന്നു. എന്റെ കുഞ്ഞിനോടുള്ള ദൈവത്തിന്റെ ഫേവർ ദൈവം എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി. ആന്റി, എന്റെ മോന്റെ തല നിറച്ചു പേര്. അതിന് എന്റെ മോൻ നല്ല ഫെയറാ, ഇപ്പോഴും അവൻ നല്ല വെളുപ്പയാ. അന്ന് പ്രസവിക്കുമ്പോൾ നല്ല ആപ്പിള് പോലെ നല്ല സുന്ദരന, ഒന്നുകൂടെ നോക്കിയാൽ കണ്ണെടുക്കത്ത്, അത്രേ സുന്ദരനാ കുഞ്ഞ്. അവന്റെ തല നിറച്ചു മുടിയുണ്ട്. ഈ മുടി നിറച്ച ആന്റി പേനായി. തേനെന്ന് പറഞ്ഞാൽ ഒഴുകുക, കുഞ്ഞിന്റെ മേത്തോട്ടൊക്കെ ഒഴുകുന്ന കണക്കിന് തേന. എന്നാൽ വേറൊരു അത്ഭുതം
എന്റെ അമ്മായിയമ്മയുടെ തലയിൽ പേരില്ല, എന്റെ തലയിൽ പേരില്ല, ഞങ്ങളുടെ കുടുംബത്തിന്റെ ആരുടെയും തലയിൽ പേരില്ല. ഈ പേൻ ഞങ്ങളുടെ ആരുടെ തലയിലോട്ട് കയറിയില്ല. അല്ല, ഈ കുഞ്ഞുമായിട്ട് ഞാനിങ്ങനെ ബെഡിൽ കിടക്കുന്നതല്ലേ, എന്റെ തലയിൽ ഒറ്റ പേനില്ല. ഈ കുഞ്ഞിന്റെ തല, ഞങ്ങൾ 2.5 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ തലയിൽ ഇതിന് മാത്രം പേന വന്ന കുഞ്ഞു വായടയ്ക്കാതെ കുഞ്ഞ് കരയുക. കുഞ്ഞ് കരഞ്ഞു, ശ്വാസം കിട്ടാത്ത അനുഭവം. ഒരു ദിവസം നോക്കി, 2 ദിവസം നോക്കി, 3 ദിവസം നോക്കി, 4-ാം ദിവസമായപ്പോ എന്റെ അമ്മായിയപ്പൻ എന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇനി എനിക്ക് കുഞ്ഞിന്റെ കരച്ചിൽ കാണാൻ വയ്യ, ഇനി എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യ, നീ പോയി ബാർബറെ വിളിച്ചോണ്ട് പോന്ന് പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് നേരെ ഓടി ബാർബർ ഷോപ്പിൽ ചെന്നു. അദ്ദേഹത്തിന്റെ വൈകുന്നേരം രാത്രിക്ക് കട അടച്ചിട്ട് വീട്ടിൽ വന്നു. ആ രാത്രിയിൽ എന്റെ കുഞ്ഞിന്റെ തല ഓട്ടയടിച്ചു. ഓക്കെ, ദൈവം, ഞാനൊന്നും ചെയ്തില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എനിക്ക് കരയാൻ മാത്രമേ പറ്റുള്ളൂ. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇറങ്ങി വന്നില്ലേ ദൈവം? സിംഹക്കുഴിയിൽ ഇറങ്ങുമെന്ന് പറഞ്ഞ സിംഹക്കുഴി, എന്റെ സിംഹക്കുഴി അതായിരുന്നു. ഇറങ്ങിയില്ലേ? എന്റെ തീച്ചൂളയുടെ നടുവിൽ ഇറങ്ങി വരും. തീയുടെ നടുവിൽ 4-ാമനായി ചന്ദ്രക്കും മേശക്ക് അഭേദനക്കും സാക്ഷാൽ അക്ഷരീയമായിട്ട് തീയിൽ ഇറങ്ങി. പക്ഷെ എന്റെ തീയുടെ അനുഭവം അതല്ലായിരുന്നോ? എന്റെ തീയുടെ അനുഭവത്തിൽ എന്റെ കർത്താവ് ഞാൻ പോലും അറിയാതെ 4-ാമനായിട്ട് ഇറങ്ങി വന്നു. അങ്ങനെയാ ഒരു വർഷം എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടില് ഞങ്ങൾ ആയുള്ളൂ. ഈ ഒരു വർഷവും എനിക്ക് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ ഇടപെടേണ്ടി വന്നില്ല. എന്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ദൈവം ഞങ്ങളെ അത്ഭുതകരമായിട്ട് അവിടെ കൂട്ടി. അവിടുന്ന് എന്റെ വീട്ടിൽ വന്നു. അവിടെ ഒരു വർഷം നിന്നു. അവിടുന്നാണ് ഞങ്ങൾ ആലുവയ്ക്ക് വരുന്നത്. ആലുവയ്ക്കൊക്കെ ഞാൻ വന്നു കഴിഞ്ഞപ്പം എന്റെ പോളസൻ ചേട്ടായി ഈ ആലുവ ഡൂലോസ് ബൈബിൾ കോളേജില് ബൈബിൾ ഇങ്ങനെ പഠിക്കുക. അപ്പം ഞങ്ങൾ അവരിവിടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആലുവയെ വന്നത്. അപ്പം ചേട്ടായി ഇവിടുന്ന് പോകുമ്പം നല്ല നല്ല പുസ്തകങ്ങളും അങ്ങനെയുള്ള അനുഭവ സാക്ഷ്യങ്ങളുടെ പുസ്തകങ്ങളും ഒക്കെ എടുത്ത് എനിക്ക് കൊണ്ടുതരും. ഞാനപ്പൊ 2 മക്കളായി, ഞങ്ങൾക്ക് 2 മക്കളായി. അപ്പൊ വേറെ ഒന്നും ജോലിക്കൊന്നും പോകുന്നില്ല. ഞാൻ ഈ പുസ്തകങ്ങൾ ഒരു മാറ്റിയോടെ വായിക്കുവാൻ ഞാൻ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, നമ്മൾ അപ്പത്തിനായിട്ടുള്ള വിശപ്പുമല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ വചനത്തിനായിട്ടുള്ള വിശപ്പും ദാഹവും തന്നെ ഉണ്ടാകട്ടെ. അങ്ങനെയാണെങ്കിൽ അവിടെ ചില അത്ഭുതങ്ങൾ നടന്നിരിക്കും. നമുക്ക് അറിയത്തില്ല, ദൈവകരം പ്രവർത്തിച്ചോളും. എന്റെ ഉള്ളിൽ ഇങ്ങനെ ഇത് വായിക്കുന്ന ഓരോരുത്തരുടെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ വായിക്കണം. അങ്ങനെ ഗുൽഷാന എസ്തേറിന്റെ ഒക്കെ അനുഭവങ്ങളൊക്കെ പാകിസ്ഥാൻ യുവതിയുടെ വായിച്ചു കഴിഞ്ഞപ്പോ എനിക്കങ്ങ് ഭയങ്കര ഇൻസ്പയറാ, ഭയങ്കര സന്തോഷമാണ്. അപ്പൊ എന്റെ ഈ ഇളയ അനിയത്തി, ഈ മരിച്ചു പൊക്കോട്ടെ ഞങ്ങളുടെ അയലോക്കക്കാര് പറഞ്ഞ എന്റെ ഏറ്റവും ഇളയ അനിയത്തി പ്രിയക്കുട്ടി, അവൾ അന്ന് മണക്കാല തിയോളജിക്കൽ കോളേജ് BTH പഠിക്കുക. അപ്പൊ അവളും ഞങ്ങളുടെ അടുത്ത് വരുമ്പം അവൾക്ക് കിട്ടുന്ന നല്ല പുസ്തകങ്ങൾ അവളും എനിക്ക് കൊണ്ടുതരും. അപ്പൊ ഞാനിങ്ങനെ പുസ്തകങ്ങളെല്ലാം വായിച്ച് ഞാനിങ്ങനെ എനിക്ക് ദൈവം മാത്രം എന്ന് വെച്ചാൽ എന്റെ ഭർത്താവിനെ ഞാൻ സ്നേഹിക്കാതെ അങ്ങനെയൊന്നുമല്ല. പക്ഷെ എന്റെ എരിവ് എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്നു. ഏത് സമയത്തും എന്റെ കുഞ്ഞുങ്ങളെ 2നെയും വെച്ച് ഞാനിങ്ങനെ എനിക്ക് അതേ ഉള്ളൂ. എന്റെ ജീവിത ലക്ഷ്യം പിന്നെ കർത്താവൻ എന്നുള്ള ഒരു വിഷയമായി. അങ്ങനെ ഞാൻ ഇങ്ങനെ പോയി എന്റെ ആന്റി വിശ്വാസം മൂത്ത് എന്റെ ഹസ്ബൻഡ് എന്നെ ഇടയ്ക്ക് വിടുമല്ലോ പ്രാർത്ഥനയ്ക്ക്. പക്ഷെ പെന്തക്കോസിൽ ചേരാനോ അല്ലെങ്കിൽ അങ്ങനെ പോകാനോ ഒന്നും എന്റെ ഹസ്ബൻഡ് സമ്മതിക്കത്തില്ല. എന്നോടുള്ള സ്നേഹം, എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്നെ അധികമായിട്ട് സ്നേഹിക്കും. ഒരു വർഷക്കാലം എന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഞാൻ താമസിച്ചപ്പോ എന്റെ ഏക ആശ്വാസം എന്റെ ഭർത്താവായിരുന്നു. എന്റെ ഭർത്താവ് എന്നെ വളരെ സ്നേഹിക്കുന്ന, മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ അപമാനിക്കാത്ത, എന്നെ കരുതുന്ന അങ്ങനെ ഒരു നല്ല ഭർത്താവാണ് എന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആലുവയിൽ ഞങ്ങൾ താമസം വന്നപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഞാനായിട്ട് വിഷമിപ്പിക്കേണ്ട, അവൾ വല്ലപ്പോഴും ഒക്കെ ഈ പ്രാർത്ഥനയ്ക്ക് പൊക്കോട്ടെ. പക്ഷെ ഓരോ ദിവസവും ഈ വചനം കേൾക്കുന്നുണ്ടല്ലോ, കേൾക്കുന്ന വചനം മുഴുവൻ അങ്ങ് വീഴുക ഉള്ളില്, അതങ്ങ് വളരുക. അങ്ങനെ വളർന്ന് എനിക്ക് എന്റെ ഹസ്ബൻഡിനോട് പറയാതെ സ്നാനപ്പെടാൻ ഞങ്ങളൊരു തീരുമാനം എടുത്തു. അപ്പൊ ഞാൻ എന്റെ ചേട്ടായി ഉണ്ടല്ലോ, പോളസൻ ചേട്ടായി ഉണ്ടല്ലോ, അവൻ ചേട്ടായിയോട് പറഞ്ഞു, ചേട്ടായി എനിക്ക് അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തത് ചേട്ടായിയും ചേച്ചിയും. അങ്ങനെ ഞാൻ അന്ന് എറണാകുളം തൈക്കോടത്ത് നമ്മുടെ റോയിച്ചെറിയാൻ പാസ്റ്റങ്ങളും ലതയാന്റിയുമാണ് ഞാന് പാസ്റ്റങ്ങളുടെ കൈക്കീഴിൽ ഞാൻ സ്നാനപ്പെട്ടു. സ്നാനമൊക്കെ കഴിഞ്ഞ് ഒന്നും അറിയാതെ ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു. ഇനി ഞാൻ ഒരു വാക്ക് ഞാനിങ്ങനെ പറഞ്ഞു, എന്റെ ഹസ്ബൻഡിനോട് പറയാതെ ഞാൻ എന്നെ കേൾക്കുന്നവരാരും അതൊരു ഇതായിട്ട് എടുക്കരുത്. അത് അവരവരുടെ ജീവിത അനുഭവവും അവരവരുടെ ധൈര്യവും ദൈവത്തോടുള്ള സ്നേഹവുമാണ്. അങ്ങനെ അല്ലാത്തവര് ഭർത്താവിനോട് പറയാതെ പോയി സ്നാനപ്പെട്ടു. അത് അങ്ങനെ ഒരു ഉപദേശമേ ഞാൻ പറയുന്നില്ല. ഇത് ഞാൻ എന്റെ ജീവിത അനുഭവം ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. മനുഷ്യഭയം ഒരു ഖനിയാണ്. ഇതൊക്കെ ദൈവത്തിന്റെ വചനം പറയുമ്പോ കർത്താവിൽ എന്നവണ്ണം ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കും. അല്ലാതെ കർത്താവിനെക്കാട്ടും ഈ വചനങ്ങളൊക്കെ വെച്ച് എന്നെ ദൈവം അതിന് സഹായിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതെന്റെ കഴിവല്ല. എന്റെ സാഹചര്യങ്ങളെല്ലാം ദൈവം എനിക്ക് അങ്ങനെ അനുകൂലമാക്കി തന്നു. ഞാനങ്ങനെ സ്നാനപ്പെട്ടു വീട്ടിൽ വന്നു. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല. ഏകദേശം ആന്റി 1.25 വർഷം കഴിഞ്ഞപ്പോഴാണ്
എനിക്ക് എന്റെ ഭർത്താവിനോട് ഞാൻ സ്നാനപ്പെട്ടു എന്നുള്ള പറയാൻ എനിക്ക് സാവകാശമുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡ് വളരെ വൈകാരികമായിട്ട് എന്നോട് പ്രതികരിച്ചു. അദ്ദേഹം ആദ്യം കരഞ്ഞു, എന്റെ ഭാര്യ കൈവിട്ടുപോയി, വഴിതെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ കരഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ഈ ബൈബിൾ ഇവിടെ ഇരുന്നിട്ടാണ് നിന്നെ വഴിതെറ്റിച്ചത്, ഈ പുസ്തകങ്ങളൊക്കെയാണ് എന്നെ വഴിതെറ്റിച്ചത്. അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഒരു വാടക വീടിന്റെ ചെറിയൊരു ഷെൽഫ് നിറച്ച് ഈ ബുക്കുകളാണല്ലോ, ചേട്ടാ ഈ എന്റെ അനിയത്തിയും കൊണ്ട് തന്ന ബുക്കുകളാണല്ലോ, ഇതാണ് നിന്നെ വഴിതെറ്റിച്ച് കളഞ്ഞതെന്നൊക്കെ പറഞ്ഞു. എന്നെ ഈ ബൈബിൾ ഉപേക്ഷിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ദൈവത്തോട്, ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല, അത് നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോ എന്നോട് ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞു, ഈ പുസ്തകങ്ങളെല്ലാം ഇവിടുന്ന് എടുത്ത് ആരുടെയാന്ന് വെച്ചാൽ കൊണ്ടു കൊടുത്തു, അല്ലെ ഞാനായിട്ട് അവരുടെ പുസ്തകം കത്തിച്ചു കളഞ്ഞെന്ന് പറഞ്ഞ് അവർക്കൊരു നഷ്ടം വരണ്ട, ആരുടെയാന്ന് വെച്ചാൽ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കും, അല്ലെ ഞാനിത് കത്തിച്ചു കളയും. തീർത്തും പുള്ളിക്കാരൻ പറഞ്ഞു ഞാനിത് കത്തിച്ചു കളയും. എനിക്ക് ശബ്ദത്തിനൊക്കെ ഒരു പന്തികേട് തോന്നി. കത്തിച്ച് കളയുമെന്ന് പറഞ്ഞാൽ കളയുമെന്ന് തന്നെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു, ഈ പുസ്തകങ്ങളെല്ലാം 2 കെട്ടാക്കി കെട്ടി. എന്നിട്ട് ഞങ്ങളുടെ ഒരു 5-8 വീടിനപ്പുറം ഒരു വിശ്വാസി ചേച്ചിയുണ്ട്, ചിന്നമ്മ എന്നാ പേര്. ഞാൻ ഈ പുസ്തകം 2 കെട്ട് എടുത്തുകൊണ്ട് ഞാൻ ഓടി. ഞാൻ ആ ചിന്നമ്മ ചിത്ര വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇതാ സിറ്റുവേഷൻ, ഈ പുസ്തകം ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പിന്നെ വന്ന് എടുത്തോളാം. ഇത്രയും പറഞ്ഞ് ഞാൻ ഓടി തിരിച്ചു വീട്ടിൽ വന്നു. ഞാൻ തിരിച്ചു വീട്ടിൽ വരുമ്പോൾ എന്റെ ബൈബിൾ പിന്നെ ഷെൽഫിൽ ഇരിക്കുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ ബൈബിൾ ആർക്കെങ്കിലും കൊണ്ട് കൊടുത്ത് ഇതുപോലെ വെക്കാൻ പറ്റത്തില്ല, ഞാൻ കത്തിച്ചു കളയുമെന്ന് പറയും. അപ്പൊ ഞാൻ എന്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു, ഞാൻ കുട്ടേട്ടാന്നാ വിളിക്കുന്നത് ഹസ്ബൻഡിനെ, ഞാൻ കൂടെ അതെന്റെ ബൈബിളാ, അതെന്റെ കയ്യിൽ നിന്ന് ഞാൻ കളയണമെങ്കിൽ ഞാൻ മരിക്കണം. ഞാൻ മരിക്കാതെ ഞാൻ ഈ ബൈബിൾ എന്ത് ചെയ്യത്തില്ല, ഞാൻ ഉപേക്ഷിക്കത്തില്ല. തീർത്തും പറഞ്ഞു. നീ ഉപേക്ഷിക്കത്തില്ല? ഇല്ല, തീർത്തും ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ കൂട്ടുകാരനെ സ്നേഹിച്ചപ്പോ എന്റെ അപ്പനെയും അമ്മയും സഹോദരങ്ങളെയും അവര് വേദനിക്കുന്നൊന്നും ഓർത്തില്ല, ഞാൻ അവരെ ഉപേക്ഷിച്ച ഞാൻ എന്ത് ചെയ്തു, ഞാൻ കൂട്ടുകാരനെ കല്യാണം കഴിച്ചു. എന്നാൽ ഇന്ന് ഞാൻ എന്റെ കർത്താവിനെ കണ്ടെത്തി, എന്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്ത് ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ എന്തോ വേറെയൊക്കെ എനിക്ക് എന്തൊക്കെ സംഭവിച്ചു പോയെന്ന് പുള്ളിക്കാരൻ അങ്ങ് പറഞ്ഞു. പക്ഷെ ഇതൊന്നും ആന്റി ചന്ദ്രകമേശ കബേദിനത് പറഞ്ഞു, നെബൂഖദ്നേസർ രാജാവെ നീ നിർത്തിയ ബിംബത്തെ എന്റെ കർത്താവ് ഞങ്ങളെ വിടിവിച്ചാലും ഇല്ലെങ്കിലും ഇതിനെ ഞങ്ങൾ നമസ്കരിക്കത്തില്ലെന്നുള്ള പറയാനുള്ള ആ ധൈര്യമൊക്കെ കാണിച്ചില്ലേ. എനിക്ക് വചനം അറിയത്തില്ലേലും ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനൊന്നും അറിയാത്തതില്ലല്ലോ. എനിക്ക് ആ ധൈര്യമൊക്കെ വന്ന് എന്റെ ഭർത്താവിനോട്, ഒരു ഭാര്യ ഒരു ഭർത്താവിനോടാ ഇതൊക്കെ പറയുന്നത്. അങ്ങനെ ഞാൻ ധൈര്യത്തോടെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അപ്പം പുള്ളിക്കാരൻ പിള്ളേരെ അമ്പലത്തിൽ കൊണ്ടു, അതായത് ഇതൊക്കെ ഇങ്ങനെ എന്നോട് തർക്കിക്കുന്നുണ്ട്. ഉടനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ അവരെ ഈ എന്റെ കർത്താവിനെ അറിഞ്ഞ് വളരും. ക്രിസ്ത്യ വിശ്വാസമൊന്നും ഞാൻ പറഞ്ഞില്ല. എന്റെ കർത്താവിനെ അറിഞ്ഞ് ഈ കുഞ്ഞുങ്ങൾ വളരാൻ, ഇവര് നിത്യതയിലെത്താൻ ഞാൻ ഇവരെ വളർത്തണമെന്നില്ല കുട്ടേട്ടാ. ഞാൻ മരിച്ചാലും ഞാൻ സേവിച്ച ഒരു ദൈവമുണ്ട്. ഇവരെ തക്ക സമയമാകുമ്പോൾ എന്റെ കർത്താവിനെ അറിയാൻ എന്റെ ദൈവം ഇടയാക്കിക്കോളും, അതിനാരും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ വേണമെന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് ബൈബിൾ എടുത്ത് കളയാൻ പറഞ്ഞല്ലോ, കളഞ്ഞില്ല. എന്നെ തല്ലി എന്റെ ഹസ്ബൻഡ്. വിറകെടുത്തോണ്ട് വന്നു. എന്നെ അന്ന് ഈ കോടാലിക്ക് കുത്തിക്കിരുന്ന റബ്ബറും വിറക് നമ്മൾ കത്തിക്കുന്ന അതെടുത്തോണ്ട് വന്ന് എന്റെ തൊട മുഴുവനും തല്ലി ചതച്ചു. എന്നിട്ട് തല്ലി എന്ന് പറഞ്ഞ ഇങ്ങനെ കൊത്തി നുറുക്കിയ പോലെ എന്റെ തൊട മുഴുവനും അടിച്ച് എന്നെ ഇതാക്കി. ഞാൻ പറഞ്ഞു എന്നെ ബൈബിൾ കളയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്റെ കർണത്തോട് ഒറ്റ അടി അടിച്ചിട്ട് അത് ഈ കണ്ണീന്ന് ചോര വന്നു. എന്റെ ഈ ഇടത് കണ്ണീന്ന് ചോര കിനിഞ്ഞിങ്ങനെ പുറത്തു വന്നു. എന്നിട്ടാണ് ഈ ബൈബിൾ എടുത്തോണ്ട് പോയി പുള്ളിക്കാരൻ അതിനെ കത്തിച്ചു. ഇങ്ങനെ തുറന്നു വെച്ച് മറ്റേ സിഗരറ്റ് ലാമ്പ് ഇങ്ങനെ പിടിച്ച് പുസ്തകം തുറന്നു പിടിച്ചിട്ട് അടിയിൽ ഇങ്ങനെ കത്തിച്ചപ്പോൾ യോബും സങ്കീർത്തനങ്ങളും അത്രയും ഭാഗം വാളി കത്തി അതങ്ങ് കത്തിപ്പോയി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് വീടിന്റെ വാതിക്കൽ എന്ന് വിളിച്ചു. ബൈബിൾ അവിടെ ഇട്ടിട്ട് അദ്ദേഹം പുറത്തുപോയി ആ സുഹൃത്തുമായിട്ട് വർത്താനം പറഞ്ഞാൽ തീരുന്നു. ഞാൻ ഈ സമയം ഈ ബൈബിൾ ആ സ്ഥലത്ത് നിന്ന് കത്തി ചാരമെല്ലാം തട്ടിക്കൊടുത്തിട്ട് ഞാൻ ആ ബൈബിൾ എടുത്ത് വേറെ കാണാത്തടത്ത് എടുപ്പിച്ചു വെച്ചു. പിന്നെ അദ്ദേഹം ബൈബിളിനെ കുറിച്ച് ചോദിച്ചോ ഒന്നും ചോദിച്ചില്ല. പിന്നെ ഞാൻ ഈ കത്തിയ ബൈബിളാ, 2 അറ്റവും നടുവില്ലാത്ത ബൈബിള് 2 അറ്റവും അതിനെ ഞാൻ വായിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. അന്ന് എന്റെ കണ്ണിന്റെ അദ്ദേഹം ഒരു 3 ദിവസത്തേക്ക് വർക്ക് വന്നങ്ങ് പോയി. അയൽവക്കത്തുള്ള ഒരു ചേട്ടൻ ഈ കണ്ണിൽ എഴുതുന്ന ചെറിയ ട്യൂബ് ഉണ്ടല്ലോ, ഈ ചെറിയ ജെല്ലാൻ, ആ ചേട്ടൻ ഞാൻ ഇതൊന്നും പറഞ്ഞില്ല, കണ്ണിന് ഇങ്ങനെ എന്തോ കുക്കുണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ മേടിച്ചു. അത് എഴുതി ആ നിസാര സാധനം കൊണ്ട് എന്റെ കണ്ണിന്റെ ആ ഒരു സൗഖ്യമായി. ആന്റി അതിനോടനുബന്ധിച്ച് ഈ ഒരൊറ്റ അടി അടിച്ചപ്പോ എന്റെ ഞരമ്പിനെന്തോ പ്രയാസം വന്നിട്ട് എനിക്ക് അന്ന് തൊട്ട് തലവേദനയായി. അപ്പൊ നിരന്തരം പിന്നെ തലവേദനയുണ്ട്.
പിന്നെ ഞാൻ ഇങ്ങനെ പാട്ടും പ്രാർത്ഥനയും അതിനൊക്കെ ആയിട്ട് അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. പിന്നെ എന്റെ കർത്താവിനെ അറിയണമല്ലോ. ഇങ്ങനെ അങ്ങ് സ്മൂത്ത് ആയിട്ട് അങ്ങ് ഓടിയാ നടക്കത്തില്ലോ. ദൈവമായിട്ട് കിടക്ക് ഓരോ കുളത്തിന് ഓരോ അസുഖങ്ങളായിട്ട്, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഓരോ അസുഖങ്ങൾ. എന്റെ മോന് സെപ്റ്റിക്ക് വന്നു. അവനും ഞങ്ങൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അന്ന് ഒരു ഡോക്ടർ, ഹിന്ദു ഗീത എന്ന് പറയുന്ന ഡോക്ടർ, എന്റെ മുഖത്തോട് പോയിട്ട് ഇങ്ങനെ പറയാം, ദൈവമേ നിങ്ങളൊരു ദൈവഭാഗ്യമുള്ള സ്ത്രീയാണ്. ഞാൻ ചോദിച്ചു എന്താ ഡോക്ടറെ, ഈ സെപ്റ്റിക്ക് 24 മണിക്കൂറായിട്ടും ഇത് സ്പ്രെഡ് ആകാതെ നിൽക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അത്ഭുതമാണ്. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ നാമത്തിൽ പോയിസൺ നിർവീര്യമാകട്ടെ. ആ ഡോക്ടർ തന്നെ എഴുന്നേറ്റ് വന്ന കുഞ്ഞിന്റെ കൈ ക്ലീൻ ആക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ദൈവം മരണത്തിൽ നിന്ന് വിടുവിച്ചു. രണ്ടാമത്തെ മോന് ഈ ചെറുകുടല് പഴുത്ത് പുക്കിൾ വഴി പഴുപ്പ് വെളിയിൽ വരും. അങ്ങനെ വളരെ റയറാ അങ്ങനെ ഒരു അസുഖം. പുക്കിള് നമ്മുടെ കുഞ്ഞിനെ പ്രസവിച്ച പുക്കിൾ കൂടി മുറിഞ്ഞു കഴിഞ്ഞാൽ അത് അടയുന്നതാ, പിന്നെ ആരുടെയും അത് തുറന്നു വരില്ല. പക്ഷെ എന്റെ മോന്റെ അത് തുറന്നു, ഒരു മേജർ സർജറി വേണ്ട ഒരു സംഭവമായിരുന്നു. അതും അത്ഭുതകരമായിട്ട് ദൈവ സൗഖ്യമാക്കി. അതൊക്കെ ആന്റി അങ്ങനെ വിശദീകരിച്ച ഓരോ അനുഭവങ്ങള്. ഞാനിപ്പോ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഓരോ ദിവസവും നമ്മള് പ്രതിസന്ധികളെയും രോഗങ്ങൾ പ്രതികൂലങ്ങളെ അഭിമുഖീകരിച്ച് കടന്നു പോകുന്ന അനുഭവം എനിക്കൊരൊറ്റ സാക്ഷ്യമല്ല, എല്ലാ ദിവസവും ഞാൻ സാക്ഷ്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പോഴും എന്തോ വയസ്സുണ്ട് കൊച്ചുമോനെ ഇങ്ങനെ പൂക്കളിനകത്തൂടെ ഇത് വന്നു? അന്നേരത്തെ 7 വയസ്സ് 2007 ആ സംഭവം. അന്ന് അവന് 7-8 വയസ്സ് പ്രായമുള്ളൂ അപ്പോഴാണ്. അപ്പോ അങ്ങനെ ആ ഒരു സൗഖ്യം വന്നു. അതേപോലെ ഞാൻ ഒരു 2006-2004 ആ സമയത്താണ് എന്റെ മോന് സെപ്റ്റിക് ആയിട്ട് ഇങ്ങനെ മൂത്ത മോന് അവന് അങ്ങനെ സൗഖ്യമാകുന്നത്. ആന്റി 2007 ആ കാലഘട്ടങ്ങളിൽ എന്റെ ഹസ്ബൻഡിന്റെ ഒരു രൂപാന്തരത്തിന്റെ കാലങ്ങളായിരുന്നു. അതിനു മുമ്പ് ഞാനൊരു വചനം പറഞ്ഞ എന്നെ കൊണ്ട് മിണ്ടിക്കുകയല്ല, ഒരു സാക്ഷ്യം പറഞ്ഞാൽ മിണ്ടിക്കുകയല്ല. എന്തെങ്കിലും പ്രയാസം വന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ അപ്പൊ നിർത്തിക്കോണം നിന്റെ ഇങ്ങനെ പറഞ്ഞ എന്നെ കൊണ്ട് മിണ്ടിക്കുകയല്ല. അങ്ങനത്തെ കാലങ്ങളായിരുന്നു. പിന്നെ നമ്മൾ വഴിയിലൊക്കെ എവിടെയെങ്കിലും ആരും ട്രാക്ട് കൊടുക്കുന്ന കണ്ടു കഴിഞ്ഞാല് ട്രാക്ട് മേടിച്ച് അവരുടെ മുന്നിൽ വെച്ച് തന്നെ ചുരുട്ടി കൂട്ടി ട്രാഷ് ബിന്നിലോട്ട് അല്ലെങ്കിൽ ആ പറമ്പിലോട്ട് വലിച്ചെറിയും. പിന്നെ കുറച്ചുനാൾ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഈ ട്രാക്ട് മേടിച്ച് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്റെ തരും, നിന്റെ ആൾക്കാർ തന്നാന്ന് പറയും. അങ്ങനെ മാറി. മനസ്സിലായി. ക്രമേണ ദൈവം മാറ്റി. ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ ദൈവം നടത്തി. അതേപോലെ തന്നെ 2008 എന്റെ ഹസ്ബൻഡിന് ഒരു വളരെ ഈ താടിയല്ല തേയ്മാനം വന്നിട്ട് വളരെ എന്നുവെച്ചാൽ സിവിയർ വേദന, കണ്ണ് തുറക്കാൻ മേല, വെള്ളം കുടിക്കാൻ മേല, ശബ്ദം പോലും കേൾക്കാൻ മേലാത്ത രീതിക്കൊരു താടിയലിനൊരു തേയ്മാനം. ഞങ്ങള് അന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു, ഇത് താടിയലിന്റെ അറ്റം ദ്രവിച്ചു പോയതാണ്, നമുക്ക് അവിടെ പ്രതിവിധി വേറെ ഒന്നുമില്ല, എല്ലുപൊടി മേടിച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ സർജറി ചെയ്യണം, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എങ്കിലും ഡോക്ടർ പെയിൻ കില്ലർ കൊടുത്തു, ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്തു. അതുകൊണ്ട് വീട്ടിൽ വന്നു. ആന്റി ആ മരുന്ന് ദിവസങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോ വേദന അങ്ങ് മാറി. വീണ്ടും പുള്ളിക്കാരൻ ജോലിക്ക് വന്നു തുടങ്ങി. എന്നാൽ ഒരു 6 മാസം കഴിഞ്ഞപ്പോ വീണ്ടും ഈ വേദന. ദൈവത്തിന് പിടിക്കണമല്ലോ ആളെ, അങ്ങനെ ഓടിയാൻ പറ്റത്തില്ലല്ലോ. വീണ്ടും 6 മാസം കഴിഞ്ഞപ്പോ ആ വേദന വീണ്ടും വന്നതിനേക്കാളും കലശലായിട്ട് വന്നു. വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അതേ ഡോക്ടറിനെ തന്നെ ഞങ്ങൾ കണ്ടു. അപ്പം പറഞ്ഞു, ശ്രീകുമാരെ ഞാൻ പറഞ്ഞില്ലേ ഓപ്പറേഷൻ അല്ലാതെ വേറെ പ്രതിവിധി ഇല്ല ഇതിന്. അന്നെന്ന് പറയുന്ന ആ ഹോസ്പിറ്റലിൽ ആ സർജറി ഇല്ല. എല്ലുപൊടിയൊക്കെ മേടിച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് അത് ഒന്നിൽ അമൃതയിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ഓർത്തോ ചെയ്യുന്ന ഡെന്റൽ ക്ലിനിക്കിൽ പോകണം. ആന്റി ഞങ്ങളൊന്നും സാമ്പത്തികമില്ല, ഇദ്ദേഹത്തിന് നല്ല ക്യാമറമാൻ ആണെങ്കിലും വർക്കൊന്നുമില്ല. അങ്ങനെ ഞങ്ങളും വളരെ സാമ്പത്തികമായിട്ട് സ്ട്രഗിൾ ചെയ്തു പോകുന്ന ഒരു കാലമാണ്. അന്നേരപ്പം ഞങ്ങൾക്ക് ഓപ്പറേഷൻ ഒന്നും സമയമില്ല. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിന് കൂട്ടണം, നമുക്ക് പ്രാർത്ഥിക്കാം, ഇനിയെങ്കിലും ഒന്ന് മനസ്സ് വെക്കും, പ്രാർത്ഥിക്കാം, ദൈവം സൗഖ്യമാക്കും. അന്ന് എന്തായാലും എന്റെ വാക്ക് കേട്ടു, എന്നെ എതിരൊന്നും പറഞ്ഞില്ല. എന്നുവെച്ചാൽ ഇത്ര വേദനയാണല്ലോ. അങ്ങനെ ഞങ്ങൾ അന്ന് പോയിക്കൊണ്ടിരുന്ന സഭയും ദേവദാസനും വന്നു, അവര് പ്രാർത്ഥിച്ചു. അന്ന് നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൽ ബെർണാഡ് ബ്ലെസ്സിംഗ് പറഞ്ഞിട്ട് ദേവദാസൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലാക്കാണ് അദ്ദേഹം വന്നു. അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇവിടെ താടിയലിന് തേയ്മാനമുള്ളൊരു യൗവനക്കാരനെ ദൈവ സൗഖ്യമാണ്, കഠിന വേദനയാൽ ഭാരപ്പെടുന്ന, അങ്ങനെ എടുത്തു പറഞ്ഞു. കാരണം ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ കഠിന വേദനയാൽ ഭാരപ്പെടുന്ന ഒരു യുവാവിനെ ദൈവ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആന്റി ആ നിമിഷം എന്റെ ഹസ്ബൻഡിന്റെ താടിയലിന്റെ വേദന സൗഖ്യമായി. പിന്നെ ഇന്ന് 2008 അത് സംഭവിച്ചു. ഇന്ന് 2025 ഇന്ന് വരെ ഒരു ചെറിയ പല്ലുവേദന പോലും എന്റെ പ്രിയപ്പെട്ടവന് ഉണ്ടായിട്ടില്ല. അതോടുകൂടെ എന്റെ പ്രിയപ്പെട്ടവൻ ജീവിക്കുന്ന ദൈവം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു. അല്ലാതെ ഇത്രയും നാള് എതിർത്ത് നിന്ന ആള് പതിയെ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ 2008 ഒക്ടോബർ 5-ാം തീയതി എന്റെ പ്രിയപ്പെട്ടവൻ, ഒക്ടോബർ 4-ാം തീയതി അദ്ദേഹം ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിക്കാനായിട്ട് ദൈവമായി. അപ്പൊ ഇങ്ങനെ ഈ കാലങ്ങളെല്ലാം ഇങ്ങനെ
കടന്നുപോയി. ഞാൻ ആ സമയം ഞാൻ ആന്റി ശരിക്കും +2 തോറ്റതാ. +2 അല്ല, നമ്മളന്ന് പ്രീ ഡിഗ്രി ആണല്ലോ. ഞാൻ പ്രീ ഡിഗ്രി തോറ്റത്. ഈ കാലങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്ന സമയം, ഈ സമയത്ത് തന്നെ ഈ 2010 ഞാൻ അപ്പം 2007 ഞങ്ങൾക്കൊരു മോളെയും കൂടെ ദൈവം തന്നു. ഞങ്ങൾക്ക് അപ്പൊ മോളും ഉണ്ട്. മോൾക്ക് ഒരു 2-3 വയസ്സൊക്കെ ആയ സമയത്താണ്ടി ഞാന് ഒരു പ്രൈവറ്റ് കോളേജില് എനിക്ക് ജോലി ചെയ്യാൻ ഒരു അവസരം കിട്ടി. ആ പ്രൈവറ്റ് കോളേജിന്റെ സ്ഥാപക ഒരു വിശ്വാസിയാ, അശ്വതി മാഡം. ആ പുള്ളിക്കാരി എന്നെ അവിടെ ഒരു സ്റ്റാഫായിട്ട് എനിക്കൊരു അവസരം തന്നു. ഞാൻ അങ്ങനെ നന്നായിട്ട് രീതിയിൽ അവിടെ ജോലി ചെയ്തുകൊണ്ട് പോരുമായിരുന്നു. ആ സമയത്ത് എനിക്ക് ഫൈബ്രോയിഡ് ഉണ്ടായി എന്റെ യൂട്രസിൽ. എനിക്ക് നിൽക്കാത്ത ബ്ലീഡിങ്, 2-3 മാസമായിട്ട് ഇങ്ങനെ ബ്ലീഡിങ്. അപ്പം എനിക്ക് വളരെ ഭാരമുള്ള ഹോസ്പിറ്റൽ, ഞങ്ങൾ ആലുവ ഗവൺമെന്റ് ആശുപത്രിയിലാണ് പോയി കണ്ടത്. ഡോക്ടറെയൊക്കെ കണ്ട് മരുന്ന് കഴിച്ചെങ്കിലും അതങ്ങനെ മാറുന്നില്ല. സ്കാൻ എടുത്തപ്പോ ഫൈബ്രോയിഡ് ഉണ്ട്. ആന്റി പിന്നെ എനിക്ക് ഞാൻ കർത്താവിനെ അറിഞ്ഞ നാള് തൊട്ട് ഞാൻ ഉപവസിക്കും. ഞാൻ ഉപവസിക്കുക എന്ന് പറയുന്ന ഉപവാസം എന്റെ സന്തത സഹചാരിയായിരുന്നു അന്നൊക്കെ. കാരണം എന്ന് വെച്ചാൽ വേറൊന്നിനുമല്ല, എനിക്ക് എന്റെ കർത്താവിനെ എനിക്ക് വേണം. പിന്നെ കൂടുതലാൽ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ ഞാൻ പറയുന്നെങ്കിൽ എനിക്ക് അന്നേരം ഇതൊന്നും എനിക്ക് അറിയത്തില്ല. എന്തിനാ എന്റെ ഹൃദയത്തിൽ പ്രേരണ തരും ഉപവസിക്കണമെന്ന്. ഉപവസിച്ച് ചിലപ്പോ 21 ആയിരിക്കും, ചിലപ്പോ 40 ആയിരിക്കും. അപ്പം ചിലപ്പോ 16-17 ദിവസം ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആക്സിഡന്റുകളായിരിക്കും. എന്റെ ഹസ്ബൻഡിന്റെ ജീവിതത്തിൽ വലിയ ആക്സിഡന്റുകൾ നടന്നിട്ടുണ്ട്. ഒരു പോറൽ പോലും ഏക്കാതെ ദൈവം മാറ്റി. അതേപോലെ അന്നേരപ്പോഴൊക്കെ എന്തിനാന്ന് അറിയത്തില്ല, ഇങ്ങനെയൊക്കെ ദൈവം നടത്തി. അപ്പം എനിക്ക് എന്ന് ഉപവസിക്കണമെന്ന് എന്റെ ഹൃദയത്തിൽ ഒരു നേരിയ ചിന്ത വന്നാലും ഞാൻ മാറ്റി വെക്കത്തില്ല. എനിക്ക് ഭക്ഷണം കഴിക്കുന്നതൊന്നും ഞാൻ അന്നേരം അതിനെ കാര്യം എന്റെ കണ്ണൊക്കെ കുഴിഞ്ഞ്, ഇപ്പൊ ഞാൻ ഇച്ചിരി വണ്ണമൊക്കെ വെച്ചിരിക്കുന്നത്. അന്നൊക്കെ ഞാൻ കണ്ണൊക്കെ കുഴിഞ്ഞ് എന്നെ കണ്ട ഒരു ഭയങ്കര മെലിഞ്ഞിട്ട്, ഒന്നാമത്തെ മനസ്സ് എന്റെ ഹസ്ബൻഡ് വിശ്വാസത്തിൽ വന്നിട്ടില്ലെന്നുള്ള ടെൻഷൻ, പിന്നെ ഈ എല്ലാം അങ്ങനെ ആകെ ഒരു കോലം കെട്ടായിരുന്നു. അപ്പൊ എന്റെ സഹോദരിമാര് ഞാനിങ്ങനെ ഉപവസിച്ച് പോയി എന്ന് ഉപവസിക്കുന്നതിന് എന്നെ ചീത്ത പറയും. ചേച്ചി ഉപവസിച്ചുകൊണ്ട് ഉപവസത്തിന്റെ എണ്ണം കൊണ്ടൊന്നും അല്ല ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവത്തിന്റെ കൃപ കൊണ്ടാന്ന് പറയും. എന്നാൽ ഇവരെന്നെ ഇങ്ങനെ ചീത്ത പറഞ്ഞാൽ എന്റെ ദൈവസ്നേഹം എന്നെ എന്തിട്ടില്ല. മറിയ അതിരാവിലെ ഇരുട്ടുള്ളപ്പോ ആരെ നോക്കിയില്ല, അങ്ങനെ പോയ പോലെയാ. എനിക്കങ്ങ് സമ്മതിക്കത്തില്ല, ഞാൻ അങ്ങ് ഉപവസിക്കും. പിന്നെ ഞാൻ ഇവരോടൊന്നും പറയാതെ ഞാൻ ഉപവാസം. അതന്നെ ഇവരുടെ കേൾക്കണമല്ലോ. അവരെന്നെ സ്നേഹിക്കുന്നുണ്ടോ കേട്ടോ. എന്റെ ചേച്ചിയുടെ ആരോഗ്യം പോയി, ഇത്രയൊന്നും അങ്ങനെ വേണ്ടെന്നുള്ള അവരെന്നെ മനസ്സിലാക്കുന്നുണ്ടാ, എന്നെ സ്നേഹിക്കുന്നുണ്ടാ. പക്ഷെ ഈ സമയത്തും ആന്റി ഞാൻ മരുന്ന് കഴിക്കുന്ന സമയത്ത് എനിക്ക് ബ്ലീഡിംഗ് ഉണ്ട്. ഞാൻ 21 ദിവസം ഉപവസിക്കാനായിട്ട് ഞാൻ ദിവസം ഞാൻ അങ്ങ് തീരുമാനിച്ചു. ഞാൻ അങ്ങ് ഉപവസിക്കാൻ ആരോടും പറയാൻ പോയില്ല. 21 ദിവസത്തെ ഉപവാസവും കഴിഞ്ഞു. ഉപവാസം കഴിഞ്ഞ് ഞാൻ ഓർത്ത് 21ാമത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ദൈവം എന്നെ ടച്ച്. പക്ഷെ കൃപയാൽ അന്ന് ദൈവദാസൻ എടുത്ത വചനം രക്തസ്രാവക്കാരിയുടെ വചനമായിരുന്നു. ഞാൻ ഓർത്ത് ഈ വചനം എന്നെ തൊടുമെന്നൊക്കെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടൊന്നും നടന്നില്ല. വീട്ടിൽ വന്നു. പിറ്റേ ദിവസം തിങ്കളാഴ്ചയായി. ഞാൻ പതിവ് പോലെ ഞാൻ ഈ കോളേജിൽ വന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു 10-11 മണിയായപ്പോൾ എനിക്ക് എന്നെപ്പോലും സഹിക്കാൻ പറ്റാത്ത ഒരു വിഷമം. തലകറക്കമാണോ, വയറുവേദനയാണോ, ഞാൻ ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചു പോകുന്നു എന്നുള്ള ഒരു ഭയങ്കര ഒരു വിഷമം. എനിക്ക് ഒന്നിച്ച് 1 and 2 ഒക്കെ തോന്നുക. ഞാൻ ഓടി ബാത്റൂമിൽ പോയി. ആ സമയം ദൈവം എന്റെ ഉള്ളിൽ ഒരു ഓപ്പറേഷൻ നടത്തുമായിരുന്നു. എന്റെ ഫൈബ്രോയിഡ് എന്റെ ഉള്ളിൽ നിന്ന് പോയി. ആ ദിവസം എന്റെ ബ്ലീഡിങ് നിന്നു. ആ ദിവസം അത്ഭുതമായി. ആ ദിവസം എന്റെ ബ്ലീഡിങ് നിന്നു. പിന്നെ ഇന്ന് വരെ എനിക്ക് അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ എല്ലാ ക്രമമായിട്ട് എന്റെ ദൈവം എന്നെ നടത്തുന്നു. ഇന്ന് വരെ അതിനെക്കുറിച്ച് അത് 2013 അത് സംഭവിക്കുന്നത്. അന്ന് എന്റെ കുഞ്ഞിന് 2012 എന്റെ കുഞ്ഞിന് അന്ന് 4-4.5 വയസ്സുള്ള എന്റെ പെൺകുഞ്ഞിന്. ആന്റി അതിനിടയ്ക്ക് ഞാൻ ഈ ദൈവ സൗഖ്യം തരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഈ 21 ദിവസം ഞാൻ ഉപവസിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ഒരു വീട്ടിലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞാൻ ആ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോയി. അന്ന് ജെറാൾഡ് എന്ന് പറയുന്ന ഒരു ദേവദാസനാണ് അതാണ് ഇവിടെ ശുശ്രൂഷിക്കുന്നത്. നമ്മുടെ ഇവിടെ ഉള്ളത് പയ്യന കുഞ്ഞ. അപ്പം അദ്ദേഹം പുതിയ നിയമത്തിൽ നിന്നാ ശുശ്രൂഷിക്കുന്നത്. പെട്ടെന്ന് ഡൈവേർട്ടായിട്ട് എന്റെ നേരെ കൈ നീട്ടിയിട്ട് പറഞ്ഞു, നിന്റെ ജീവൻ യഹോവയുടെ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നുവെന്ന്. അയ്യോ, ഞാൻ ആ സമയത്ത് ദൈവത്തോട് പറയുന്നത് എന്നാന്നറിയോ? എന്റെ കുഞ്ഞ് പെൺകുഞ്ഞാ, ചെറുതാ, എനിക്കെന്തെങ്കിലും വന്നാ എന്റെ കുഞ്ഞിന് അമ്മയില്ലാതെ ജീവിക്കണം. മറ്റവരെന്റെ ആൺപിള്ളാരാ. അപ്പനെന്തെങ്കിലുമൊക്കെ എന്റെ കുഞ്ഞ് വളർന്നു വരുന്ന കുഞ്ഞ്, അമ്മയുടെ ഏറ്റവും സഹായം വേണ്ടുന്ന കാലഘട്ടം. എന്റെ കുഞ്ഞ് അങ്ങനെ ആകുമല്ലോ. ഞാൻ അവിടെ ഇരുന്ന് ഉള്ളുകൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലായി? കാരണം ഓൾറെഡി ഞാൻ ബ്ലീഡിങ്ങിന്റെ പ്രയാസം അനുഭവിച്ചുകൊണ്ടാണല്ലോ ഞാൻ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അപ്പം പുതിയ നിയമത്തിൽ നിന്ന്
വലയെറിഞ്ഞ ശീമോന്റെ ആ ഭാഗമാണ് ആ ദേവദാസൻ ശുശ്രൂഷിക്കുന്നത്. അത് ഞാൻ ഓർക്കുവായിരുന്നു, നന്നായിട്ട് ഓർക്കുന്നുണ്ട്. പെട്ടെന്ന് ദേവദാസൻ എന്റെ നേരെ ഇങ്ങനെ പറയുന്നത്, യഹോവയുടെ കണ്ടോ നമ്മുടെ ഉള്ളറിയുന്ന ദൈവം. ഹാഗാർ പറയുന്നുണ്ട്, എന്നെ കാണുന്നവനെ എന്റെ ഇവിടെയും കണ്ടല്ലോ, മനസ്സിലായോ? യാക്കോബ് പറയുന്നുണ്ട്, ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞവർ എന്നെ അറിയുന്ന ഒരു ദൈവം. പ്രിയ ദൈവമക്കളെ, ആരെങ്കിലും എന്നെ കേൾക്കുന്നവര് ഇങ്ങനെയുള്ള പ്രയാസം, പ്രതിസന്ധി, എന്നെ കാണുന്നില്ല, ഞാൻ എവിടെ പോകും, എന്റെ അവസ്ഥ ഇതാ, എനിക്ക് രോഗമാ, എന്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഞാനും അങ്ങനെ തന്നെ പ്രയാസപ്പെട്ടതാ, ഞാനും അങ്ങനെ തന്നെ കരഞ്ഞതാ. എന്നാൽ നമ്മുടെ പ്രാണപ്രിയ, നമ്മുടെ അരുമനാഥൻ എന്റെ അടുക്ക വന്ന് എന്റെ ഹൃദയം അറിഞ്ഞ്, എന്റെ ഉള്ളറിഞ്ഞ് എന്നോട് സംസാരിച്ചു, നിന്റെ ജീവൻ നീ മരിക്കത്തില്ലെന്നല്ലേ അതിന്റെ അർത്ഥം. പിന്നെ എനിക്ക് ആ ഭാഗം ഒന്നും അറിയില്ല. ഞാൻ വീട്ടിൽ പോയി കണ്ടെത്തി, ഞാനത് വായിച്ചു പഠിച്ചു. നിന്റെ ജീവൻ യഹോവയുടെ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടു. എനിക്ക് ഉറപ്പ് വന്നു, ദൈവത്തിന്റെ സമയത്തല്ലാതെ പിശാചെ എന്റെ ജീവനെ നിനക്കെടുക്കാൻ, എന്റെ ദൈവത്തിന്റെ സമയത്ത് എന്റെ ദൈവമേ എടുക്കത്തുള്ളൂ, നിനക്ക് തൊടാൻ അധികാരമില്ലെന്ന് ഞാൻ ഉറച്ചു. എനിക്ക് ആ ആഴ്ച കഴിയുമ്പോഴാണ് എനിക്ക് അന്ന് സൗഖ്യം വരുന്നത്. അപ്പൊ ഞാന് ആന്റി ആ ദിവസങ്ങളിൽ തന്നെ ഞാനൊരു സ്വപ്നം കണ്ടത് ഇങ്ങനെയാ. ഞാൻ ഒരു പരീക്ഷാ ഹോളിൽ ഇരുന്ന് ഞാൻ എക്സാം എഴുതുന്നു. അപ്പൊ ഞാൻ എന്റെ എന്റെ പ്രീ ഡിഗ്രി പഠനം ഞാൻ തോറ്റതാണല്ലോ. അത് എനിക്ക് സ്വപ്നം കണ്ടു. ഞാൻ സ്വപ്നങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റപ്പോ നല്ല സ്വപ്നം, നല്ല സന്തോഷം, തേക്കിനാവാണെന്ന് ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ ഉള്ളിലൊരാഗ്രഹമുണ്ട്, ഇങ്ങനെയൊക്കെ പഠിച്ചാൽ കൊള്ളായിരുന്നു, നല്ല നിലയിൽ എത്തിയാൽ കൊള്ളായിരുന്നു എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അതൊന്നും ഇനി നടക്കത്തില്ല, അങ്ങനത്തെ ജീവിത സിറ്റുവേഷൻ, അങ്ങനെ സാമ്പത്തികം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഞാനതിനെ അങ്ങ് തള്ളിക്കളഞ്ഞു. പക്ഷേ ഞാൻ ഈ ക്രൈസ്റ്റിൻ കോളേജിൽ ജോയിൻ ആവാൻ എന്റെ ദൈവം എന്നെ അതിനുശേഷമാണ് എന്നെ സഹായിക്കുന്നു. അവിടെയുള്ള കർത്തദാസ, ആ പ്രിൻസിപ്പാള്, പുള്ളിക്കാരി എന്നെ +2 ചേരാനായിട്ട് എന്നെ സഹായിച്ചു. ഞാൻ +2 എഴുതി ഞാൻ പാസ്സായി. അതിനുശേഷം വീണ്ടും പുള്ളിക്കാരി എന്നെ ഡിഗ്രിക്ക് ചേരാൻ എന്നെ നിർബന്ധിച്ചു. ഞാൻ ഡിഗ്രിക്ക് ചേർന്നു. അങ്ങനെ 3 വർഷം ഞാൻ BA സോഷ്യോളജി ഞാൻ പഠിച്ചു. 3 വർഷം ഞാൻ ഒരു സബ്ജക്റ്റിന് പോലും തോറ്റു പോകാൻ ദൈവം സമ്മതിച്ചില്ല. ഞാൻ പറയുന്നത് ദൈവത്തിന്റെ ഫേവർ. എനിക്കിതൊന്നും അറിയത്തില്ല, ഒന്നും അറിയുന്നില്ല. ഞാൻ അങ്ങ് മുന്നോട്ടങ്ങ് പോകുക. ഒന്നേ ഉള്ളു കരച്ചില്, എപ്പോഴും കരച്ചില്ല, ദൈവസന്നിധിയിൽ എപ്പോഴും കരച്ചില്ല. അപ്പം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ദൈവസന്നിധി കരയുന്ന 2 കണ്ണുണ്ടെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ കരയേണ്ടി വരത്തില്ല. ദൈവത്തിന്റെ സന്നിധി മുട്ടുമടക്കുക, മനുഷ്യരുടെ മുമ്പിൽ മുട്ടുമടക്കാം വേണ്ടി വരത്തില്ലെന്ന് ദേവദാസന്മാര് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതെന്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് ചേർന്നു, അതും പഠിച്ചാലി. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി, നിന്റെ ഇവിടെ അല്ല, നീ കഴിഞ്ഞു, ഇവിടുന്ന് മാറ്, ഇവിടുന്ന് പോ, നിന്നെ കുറിച്ചുള്ള പ്ലാൻ ഇതല്ലെന്ന്. അപ്പോഴും ഇവിടുന്ന് കിട്ടുന്ന ചെറിയ വരുമാനം എന്റെ കുടുംബത്തിനൊരു ആശ്വാസമായിരുന്നു. ഞാൻ പോയില്ല ആന്റി, ഞാൻ വിട്ടില്ല. കർത്താവിനോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയില്ല. പക്ഷേ ദൈവത്തിന്റെ സമയം എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. എന്റെ കാല് ബൈക്കിനിടയിൽ പോയി. ഒരു 3 മാസം ഞാൻ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് അങ്ങനെ കിടക്കേണ്ടി വന്നു. അതോടെ ആ ജോലി അങ്ങ് മാറി. എന്റെ സ്ഥാനത്ത് വേറെ ആളെ അപ്പോയിന്റ് ആയി. അങ്ങനെ ഞാൻ ആ ജോലിയിൽ നിന്ന് അങ്ങ് വിട്ടു. പക്ഷെ എന്റെ കാല് സൗഖ്യമായപ്പോ വീണ്ടും ഞാനൊക്കെ എന്ത് ദൈവവേല ചെയ്യണം? എന്റെ ഹസ്ബൻഡ് ക്യാമറമാനാ, എനിക്ക് എന്ത് ദൈവവേല ചെയ്യണം? എനിക്ക് മുന്നിൽ ഒന്നുമില്ല, ഞാൻ ദൈവത്തോടൊട്ട് ചോദിക്കുന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ ഒരാളെ എടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അവിടെ പോയി, ഞാൻ അവിടെ ജോയിൻ ആയി. അപ്പൊ ഞാൻ എന്റെ ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് നിൽക്കുവാണല്ലോ. അപ്പൊ ഞാൻ അവിടെ ജോയിൻ ആയി. അവിടെ ഒരു 6000 രൂപ എനിക്ക് അന്ന് ശമ്പളം കിട്ടും. എന്നിട്ട് ഞാൻ അവിടെ ചേർന്നു. അതോടുകൂടെ ആ സമയത്ത് ഞാൻ MA പഠിച്ചു. MA പഠിക്കാൻ ഞാൻ തീരുമാനിച്ചതല്ല. അപ്പൊ എന്റെ ഡിഗ്രി പഠനം പൂർത്തിയായി, റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോ അടുത്ത PGക്കുള്ള അഡ്മിഷന്റെ സമയമായി. ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കലും വിചാരിച്ചിട്ടില്ല MAക്ക് ചേരണം എന്നുള്ളത്. പക്ഷെ അന്ന് ലാസ്റ്റ് ഡേറ്റിന്റെ അന്ന് എന്റെ ഹസ്ബൻഡുമായിട്ട് ആ വിഷയം ഞങ്ങൾ സംസാരിക്കാനിടയായി. അന്ന് ലാസ്റ്റ് ഡേറ്റ് അവർ 2000 രൂപ അഡ്മിഷൻ ഫീ വേണം. പിന്നെ അപ്പൊ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞിട്ട് എന്നാ ഞാൻ എന്തേലും നോക്കാതെ വേണ്ട കൂട്ടേടാ, ഇപ്പൊ ഡിഗ്രി ഒക്കെ പഠിച്ചല്ലോ, ഇത്രയും മതി, ഇനി അടുത്ത ഒന്നും പോകണ്ട, അതൊക്കെ അത്യാഗ്രഹമാണ്, വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പുള്ളിക്കാരൻ എല്ലടി ഒന്ന് നോക്കാം, എവിടുന്നേലും കിട്ടുവാണെങ്കിൽ പൈസ നമുക്ക് ചേരാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആരോടോ വിളിച്ചു ചോദിച്ചപ്പോ 2000 രൂപ കിട്ടി. ഞങ്ങൾ നേരെ അക്ഷയ സെന്ററിൽ പോയി. അതിന് എന്റെ ഹസ്ബൻഡാ മുൻകൈ എടുത്തോട്ടെ, ഞാൻ ഒത്തിരി നിർബന്ധിച്ച് വേണ്ടെന്ന്. എന്നിട്ട് ഞങ്ങൾ അക്ഷയ സെന്ററിൽ ചെന്നു. അവിടെ ചെന്നപ്പോ ആന്റി അന്ന് 5 മണിക്ക് ആ സൈറ്റ് ക്ലോസ് ആകും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ MA ലാസ്റ്റ് ഡേറ്റ് ആണല്ലോ. അവര് പിന്നെയും പോസ്റ്റ്പോൺ ചെയ്തതാ. അങ്ങനെ ഞങ്ങൾ 4 മണിയായി അക്ഷയ ചെല്ലുമ്പോ ഈ പൈസയൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നു. അക്ഷയ സെന്ററിൽ അവര് എന്റെ എല്ലാ ഡീറ്റെയിലും എൻട്രി ചെയ്ത് എന്റെ ഫീയും പേയ്മെന്റ് നടത്തി കഴിഞ്ഞ് എന്റെ പ്രിന്റ് ഔട്ടും എടുത്തു കഴിഞ്ഞ് ഓക്കെ ആ സൈറ്റ് ക്ലോസ് ചെയ്തിട്ട് ആ പുള്ളിക്കാരി ഉണ്ടല്ലോ, അക്ഷയ സെന്ററിലെ പുള്ളിക്കാരി ഒന്നും കൂടെ ആ സൈറ്റിൽ വന്ന് കയറി നോക്കിയപ്പോ സൈറ്റ് ക്ലോസ്.
അത്ഭുതം, ലാസ്റ്റ് മൊമെന്റിൽ എന്റെ പ്രിന്റ് ഔട്ട് എടുത്തു, ആ സൈറ്റ് ക്ലോസ് ആയി. അങ്ങനെ ഞാൻ MA കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ആയി, MA സോഷ്യോളജി. 2 വർഷം ഞാൻ അവിടെ പഠിച്ചു. അപ്പൊ ഞാൻ ഈ കമ്പ്യൂട്ടർ സെന്ററിൽ ജോലി ചെയ്യുന്നുണ്ട്. അതും എനിക്ക് ഒരു വിധത്തിൽ സഹായമായിരുന്നു. എന്നാലും 2 വർഷമായപ്പോ ദൈവം എന്നോട് വ്യക്തമായിട്ട് എന്റെ ഹൃദയം പറയുക, നീ ഇവിടെ ഇരിക്കേണ്ടവളല്ല. ഞാൻ ദൈവത്തോട് ആലോചന ചോദിച്ചു. കർത്താവ്, ഗിദെയോൻ ചോദിച്ചല്ലോ, എന്റെ അപ്പച്ചൻ പിണങ്ങിയില്ലല്ലോ, ഗിദെയോനോട് ദൈവം ചോദിച്ചല്ലോ. എന്റെ പ്രിയ ദൈവമക്കളെ, നമ്മളെ അപ്പനെ കാട്ടില് അമ്മയെ കാട്ടില് അടുത്തിരുന്ന് സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ അപ്പനും അമ്മയ്ക്ക് ഇത്രയും മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മളെ ഒന്ന് കർത്താവിനെ ഒന്ന് സ്നേഹിക്കാൻ, കർത്താവിനെ ഒന്ന് നമ്മുടെ കാര്യങ്ങളിൽ ഒന്ന് ഇടപെടുത്തി കൊടുത്താൽ നിശ്ചയമായിട്ട് നമുക്ക് കർത്താവിന്റെ സ്നേഹവും കരുതലും അറിയാൻ പറ്റും. അങ്ങനെ ദൈവം, ഞാൻ ഇങ്ങനെ കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവിനോട് ഇവിടുന്ന് മാറാൻ പറഞ്ഞല്ലോ, എനിക്ക് അടയാളം തരണമെന്ന് പറഞ്ഞു. ഞാനത് അന്ന് എന്റെ ചമ്പക്കുളത്ത്, ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്നാ പഠിച്ചത്. നമ്മുടെ വീട്ടിലെ സാമ്പത്തിക ഒരു ബുദ്ധിമുട്ടൊക്കെ ഞാൻ എന്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് എന്നെ പഠിപ്പിച്ചത്. അത് ചമ്പക്കുളത്താ. അപ്പൊ എന്റെ കൂടെ പഠിച്ച എന്റെ കൂട്ടുകാരിയുടെ ചേച്ചിയുടെ മോളുടെ കല്യാണം, അവര് ഹിന്ദുക്കളാ. എനിക്ക് എല്ലാവരെയും അറിയാം. എന്റെ കൂട്ടുകാരിയുടെ വീട്ടുകാരെല്ലാം എനിക്കൊരു ടോട്ടലി ഹിന്ദുക്കളാണ്. അവരാരും ഒരു ദൈവവചനത്തോട് ബന്ധമുള്ളവരോ താല്പര്യമുള്ളവരോ ഒന്നുമല്ല. ഞാൻ ആ വീട്ടിലോട്ടാ കല്യാണത്തിന് പോകുന്നത്. അവരുടെ മോളാണല്ലോ. ഞാനൊരു ബൈബിളൊക്കെ പൊതിഞ്ഞ്, പ്രസന്റേഷൻ പേപ്പറിൽ ഒരു ബൈബിളൊക്കെ പൊതിഞ്ഞ്, അതാണ് ഞാൻ ആ കുഞ്ഞിന് ഗിഫ്റ്റ് കൊടുക്കാൻ കൊണ്ട്. ഞാൻ വേറെ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ല. ഞാൻ ആ ബൈബിൾ, എന്റെ ഹസ്ബൻഡും ഞാനും എന്റെ കുഞ്ഞും കൂടെ ഞങ്ങൾ പോകുക. അപ്പൊ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, നീ എന്നോട് സംസാരിച്ചല്ലോ, ഇതല്ല എന്നെ ഇവിടെ ഇരിക്കാനുള്ളവളല്ല, നീ ഇറങ്ങണം, എന്റെ വേലക്ക് ഇറങ്ങണമെന്ന് എന്നോട് പറഞ്ഞല്ലോ. അങ്ങനെയാണ് എനിക്ക് അടയാളം തന്നെ. ഞാൻ എന്താ അടയാളം ഇല്ല, എനിക്കൊരു ഉറപ്പില്ല, ഞാൻ എങ്ങനെ പോകും, ഞാൻ എന്ത് വേല ചെയ്യും? എന്റെ ഹസ്ബൻഡ് ആ ഒരു മേഖലയിലുള്ള ആളല്ല. പിന്നെ ഞാൻ എങ്ങനെ ഇറങ്ങും? ഇത് ദൈവത്തിന്റെ ആലോചനയാണെങ്കിൽ, ദൈവം സംസാരിച്ചതാണെങ്കിൽ എനിക്ക് അടയാളം തരണം. ഞാൻ ദൈവത്തോട് അടയാളം ചോദിച്ചു. ഞാനൊരു ഹിന്ദു ഫാമിലിയിലോട്ടാ പോകുന്നത് കൊണ്ട് അവരാരും പ്രാർത്ഥന ചോദിക്കത്തില്ലെന്ന് 100% എനിക്ക് ഉറപ്പുള്ളത്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, അവിടെ ആരെങ്കിലും ഞാൻ ചെല്ലുമ്പോ എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയ്ക്ക് ബൈക്കിനാ പോകുന്നത്. ഞങ്ങൾ ആലപ്പുഴയ്ക്ക് വന്നു. ആന്റി, അത്ഭുതം എന്ന് പറയട്ടെ, ദൈവത്തിന്റെ സ്നേഹം, പിന്തുടരുന്ന സ്നേഹം, മനസ്സിലായോ? അങ്ങനെ അവിടെ ചെന്നു. ഒരാൾക്ക് വേണ്ടിയല്ല ആന്റി, 3 പേർക്ക് വേണ്ടി ഞാൻ അന്ന് ആ ഒറ്റ ദിവസം ഞാൻ പ്രാർത്ഥിച്ചു. 3 പ്രേയർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയിൽ. അതോടെ ഞാൻ ദൈവമേ, ഞാൻ സമ്മതിച്ചു. എനിക്ക് ഉറപ്പായി ദൈവമാണ് സംസാരിച്ചതെന്ന്. എന്നിട്ട് ഞാൻ അവിടെ റിസൈൻ കൊടുത്തു. വീണ്ടും ഞാൻ 1 വർഷം നിൽക്കുക. എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല, വേറെ വേലയൊന്നും എനിക്ക് ചെയ്യാനില്ല. പിന്നെ നമ്മുടെ ചിലരൊക്കെ എന്നെ അന്ന് ഫോണിൽ വിളിക്കും. ഇങ്ങനെ കുടുംബമായിട്ട് വിശ്വാസത്തിൽ വരാത്ത സഹോദരിമാർ ഒത്തിരി പേര് എന്നെ അറിയാം. ഞാനിങ്ങനെ പ്രാർത്ഥനയ്ക്ക് പലയിടത്തും അവരൊക്കെ എന്നെ വിളിക്കും. ഞാൻ അവരെയൊക്കെ ഫോണിൽ പ്രാർത്ഥിക്കും. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു ശുശ്രൂഷ. ഫോണിൽ അവരോട് പ്രാർത്ഥിക്കും, പിന്നെ ഈ വീട്ടിലിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഇതൊക്കെയാണ്. അങ്ങനെ ഇരിക്കുകയാണ് 2019 ഈ ഡൂലോസ് ബൈബിൾ കോളേജിൽ ചേർന്ന് പഠിക്കാൻ എന്റെ ദൈവം. അതും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിൽ ഞാനിവിടെ, എനിക്ക് 2000 തൊട്ട് ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. ചേട്ടായി ഇവിടെയാണ്, പോളസൻ ചേട്ടായി ഇവിടെയാണ് പഠിച്ചത്. എനിക്ക് പ്രിയ ഡോക്ടർ മോളിയമ്മനെയൊക്കെ എനിക്ക് അറിയാം. പക്ഷെ എന്റെ വീട്ടിന്റെ സാഹചര്യം കൊണ്ട് എനിക്ക് പഠിക്കാനോ അങ്ങനൊരു റിലേഷനെ, ബൈബിൾ കോളേജിൽ സ്റ്റഡി എന്നുള്ളൊരു റിലേഷനെ എന്റെ ജീവിതത്തിൽ ഇല്ല. അപ്പൊ ഞാനിവിടെ വന്നു, അമ്മാമ്മേനെ കണ്ടു. ഞാൻ അങ്ങനെ ഇവിടെ, അമ്മാമ്മ എന്നെ 100% ആർദ്രമായിട്ട് ഇവിടെ ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് ഇവിടെ ഞാൻ ചേർന്നു. ഞാൻ ആന്റി, ബൈബിൾ കോളേജിൽ 3 വർഷം ഞാൻ പഠിച്ചു തീർക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. കാരണം എന്റെ കുഞ്ഞുങ്ങൾ അന്ന് പഠിക്കുവോ, 3 പേരും പഠിക്കുവോ, സാമ്പത്തികം എല്ലാത്തിനും വേണം. എന്റെ ഹസ്ബൻഡ് ഒരാൾ കൊണ്ടുവന്നിട്ടാ എല്ലാ കാര്യങ്ങളും വന്ന് കഴിയണ്ടേ. വളരെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നത്. അത് 3-ാം വർഷമായപ്പോ എന്റെ ഹസ്ബൻഡിന് ഫിസ്റ്റുലയുടെ ഒരു അസുഖം കൂടെ വന്നു. ഒരു ഓപ്പറേഷൻ ചെയ്തു. എനിക്ക് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടായി. അന്ന് എന്റെ പ്രിയപ്പെട്ട എന്റെ അധ്യാപകര്, ഞാൻ പറയും, ഈ കോളേജിന്റെ സ്ഥാപകയായിരിക്കുന്ന ഡോക്ടർ മോളി എബ്രഹാം, അമ്മാമ്മയൊക്കെ, ഞങ്ങളുടെ അമ്മാമ്മയെന്ന വളരെ സ്നേഹത്തോടെ ഞങ്ങൾ വിളിക്കുന്നത്, അമ്മാമ്മയൊക്കെ എന്നെ സഹായിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോവിഡ് വന്നപ്പോ മൊത്തം ഈ സൂം പ്ലാറ്റ്ഫോം ഉണ്ടായല്ലോ. സൂമിലായിരുന്നു ഒരു വേള ക്ലാസ് ഒക്കെ. അപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്റെ 3rd ഇയറിൽ എനിക്ക് ക്ലാസ്സിൽ പോകണമായിരുന്നു. ക്ലാസ് എടുക്കുമ്പം എന്റെ പ്രിയ അധ്യാപകര് സൂം ലിങ്ക് എടുത്തിട്ട് എനിക്ക് ഇട്ടുതരും. എന്റെ ഹസ്ബൻഡിനെ ശുശ്രൂഷിച്ച് ഞാൻ വീട്ടില് അവിടെ ക്ലാസ് റൂമില് ക്ലാസ് എടുക്കുമ്പം എന്റെ അധ്യാപകർ അവരുടെ ഫോൺ തുറന്നു വെച്ചിട്ട് ആ ക്ലാസ്സിൽ ഞാനും ജോയിൻ ആകും. അങ്ങനെ ഒരു 1-1.5 മാസത്തോളം ഞാൻ സൂമിലൂടെ, എന്റെ കൂടെ പഠിക്കുന്നവരൊക്കെ ക്ലാസ് റൂമില്, ഞാൻ വീട്ടിൽ എന്റെ കാരണം 1 മണിക്കൂർ ഇടവിട്ട് അദ്ദേഹത്തിന് ഡ്രസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് അത് വളരെ പ്രയാസം, മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്നെ കൂടെ, ഇതെല്ലാം ദൈവത്തിന്റെ ഫേവറാ.
ഇത് ദൈവം അനുവദിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. അങ്ങനെ ഞാൻ എന്റെ BTH പഠനം 3 വർഷം അത്ഭുതകരമായിട്ട് പൂർത്തീകരിച്ചു. അപ്പൊ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇനി 1 മാസം കൂടെ ഉള്ളു എന്റെ BTH പഠനം തീരാൻ. അപ്പൊ അങ്ങനെ തീരുമ്പോ ഞാൻ ദൈവത്തോട് ചോദ്യം ചോദിക്കുക, എന്റെ ദൈവമേ, നീ എന്നെ 3 വർഷം ഇവിടെ പഠിക്കാനിട. 1 വർഷം ഞാൻ അന്ന് അമ്മമ്മയോട് പറഞ്ഞു, ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ സൺഡേ സ്കൂൾ പഠിപ്പിക്കുമ്പോ എന്റെ ഒരു ആഗ്രഹം ഇങ്ങനെ പഠിക്കാൻ വന്നപ്പോ സൺഡേ സ്കൂൾ പിള്ളേർക്ക് ഒരടുക്കും ചിട്ടയായിട്ടൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്കൊരു അറിവുണ്ടെങ്കിൽ നല്ലതാണല്ലോ. അപ്പൊ 1 വർഷം ഒന്ന് പഠിക്കാം, എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം കൊണ്ട് പൂർത്തീകരിക്കണമെന്ന്. എന്നാലും നമ്മുടെ സിറ്റുവേഷൻ പറ്റി 1 വർഷം പഠിക്കാന്. അമ്മാമ്മ പറഞ്ഞ ദൈവം അല്ലേ നടത്തുന്ന മുടി ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം നടത്തുന്നു. അതേപോലെ തന്നെ ദൈവം നടത്തി 3 വർഷം ഞാൻ പഠിച്ചു. അപ്പം തീരുന്നതിന് എനിക്ക് എന്റെ ഗ്രാജുവേഷൻ 2022 ഏപ്രിൽ 4-ാം തീയതിയാണ് ഗ്രാജുവേഷൻ. 1 മാസം മുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ, ശബ്ദമൊന്നുമല്ല, ആരും പറഞ്ഞതൊന്നുമല്ല, എന്റെ ഹൃദയത്തിൽ ഒരു തോന്നല്, ഞാൻ ഡൂലോസിൽ വർക്ക് ചെയ്യും എന്നുള്ളത്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇവിടെ അതിനുള്ള ഒരു വേക്കൻസി ഇല്ല. ഞാനിവിടെ പഠിച്ചതാണല്ലോ, ഇവിടെ ഏതൊക്കെ വേക്കൻസി ഉണ്ടെന്ന് ഇവിടുത്തെ സ്റ്റാഫിനെയും എല്ലാം എനിക്കറിയാം. ടീച്ചർ ആവാനുള്ള യോഗ്യത എനിക്കില്ല. അപ്പൊ പിന്നെ ഇവിടുത്തെ സ്റ്റാഫായിട്ട് അതിനിവിടെ എല്ലാ വേക്കൻസിയും ഫില്ലാണ്. അപ്പൊ ഞാൻ എന്നാലും എന്റെ ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, ദൈവം ഈ പ്രേരണ ദൈവം തന്നതാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഞാൻ ചോദിക്കത്തില്ല, ഇവിടുന്ന് എന്നോട് ചോദിക്കണം. മനസ്സിലായി? കോളേജിൽ നിന്ന് എന്നോട് ചോദിക്കണം എന്ന് ഞാൻ 1 മാസമായിട്ട് ഞാനത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. അങ്ങനെ ഗ്രാജുവേഷൻ കഴിഞ്ഞ സമയത്ത് എന്റെ പ്രിയ അമ്മാമ്മ ഈ ഡോക്ടർ മോളി എബ്രഹാം എന്നെ വിളിച്ചിട്ട് എങ്ങനെ ചോദിച്ചു, മോളി ഇവിടുത്തെ നമ്മുടെ കോളേജിനോട് ചേർന്ന് ഒരു സ്റ്റാഫായിട്ട് നിൽക്കാനായിട്ട് തയ്യാറാണോ എന്ന് അമ്മാമ്മ എന്നെ ഇങ്ങനെ വിളിച്ച് ചോദിക്കാനിടയായി. അപ്പൊ ആണെങ്കിൽ പിന്നെ ബാക്കി പറഞ്ഞാൽ മതിയല്ലോ. ആന്റി, എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറയണ്ടായിരുന്നു, ആലോചിക്കണമെന്ന് പറയണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ 1 മാസമായിട്ട് ഞാൻ ദൈവത്തോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇത് അടയാളം നോക്കിക്കേ, ഇനി എനിക്ക് വല്ലതും സംശയിക്കണോ, പിന്നെ പറയാന്നോ, 3 ദിവസം പ്രാർത്ഥിച്ചിട്ട് തീരുമാനം പറയാന്നോ, വല്ലതും പറയണോ, ആ സെക്കൻഡിന് ഞാൻ തയ്യാറാ. ഞാൻ ഏപ്രിൽ 4-ാം തീയതി ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തു. ആ മാസം തന്നെ ഏപ്രിൽ 25-ാം തീയതി ദൈവത്താൽ ഞാൻ ഈ കോളേജിൽ ഞാൻ ജോയിൻ ആയി. അപ്പൊ നോക്കിക്കേ, ഞാൻ ഇതൊന്നും പ്രിപ്പയർഡ് അല്ല, പ്ലാൻ ചെയ്തല്ല, എല്ലാം ദൈവം നടത്തിയ വഴികളാ. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുക, നമ്മൾ ദൈവത്തിന്റെ ഞങ്ങൾ ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നുപോയതാ. കടന്നുപോയപ്പോ ആ ഓരോ പ്രതിസന്ധിയുടെ നിമിഷത്തിലും 4-ാം യാമത്തിൽ വരുന്ന ദൈവ സാന്നിധ്യം ഞങ്ങൾ ഇവിടം വരെ എത്തിച്ചേ. ഒന്നും മുന്നമേ കണ്ടിട്ടില്ല. എന്റെ കുഞ്ഞുങ്ങളെ നല്ല സ്കൂളിൽ ചേർത്തപ്പോ, ബിടെക്കിനൊക്കെ അവര് അങ്ങനെ ചേർന്നപ്പോ, മീൻസ് കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ ചേർത്തപ്പോ എന്നെ സ്നേഹിക്കുന്നവർ എന്നോട് വന്ന് പറഞ്ഞതാ, ഒരച്ഛന് വേണ്ടി, നീ എന്നാ കണ്ടിട്ടാ കാശുള്ളവർ കൊണ്ട് ചേർക്കുന്ന പോലെ നീ എന്നാ കണ്ടിട്ടാ കൊച്ചുങ്ങളെയൊക്കെ അവിടെ കൊണ്ട് ചേർത്തിരിക്കുന്നത്, നിനക്ക് ഇച്ചിരി എന്തുവാ അഹങ്കാരം ഉണ്ടായിട്ടാണെന്നുള്ള ആ ഒരു ഇതിലങ്ങനെ പറഞ്ഞു. പക്ഷെ ഞങ്ങളൊന്നും മിണ്ടിയില്ല. കാരണം അവരൊക്കെ പഠിപ്പിക്കുന്ന കണ്ടിട്ട് അതേപോലെ നീ നിന്റെ കൊച്ചിനെയും പഠിപ്പിക്കാൻ ശ്രമിച്ചാ നിനക്ക് പൈസ ഇല്ലാതെ വന്ന് ഇടയ്ക്ക് ഡ്രോപ്പ് ആയി പോകേണ്ടി വന്ന എന്തോ ചെയ്യുന്നുള്ള എന്നെ കുറിച്ചുള്ള ഭാരം കൊണ്ടാണ് പുള്ളിക്കാരൻ എങ്ങനെയെങ്കിലും മനസ്സ് മാറ്റി വേറെ അവർക്ക് താങ്ങുന്നത് ചെയ്യട്ടെ എന്നുള്ള എന്നെ സ്നേഹിക്കുന്നോണ്ട് അവരങ്ങനെ പറയുന്നേ. കാരണം പ്രയാസപ്പെടുന്നത് കാണാൻ അവരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അവർ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ മറ്റേ ഇസ്ക്യാവിനോട് യെശയ്യാവ് പറഞ്ഞിട്ട് അവിടെ വരെ ചെല്ലുന്നതിന് മുമ്പ് നീ തിരിച്ചു പോയി പറയുന്നു പറഞ്ഞാണ് ഇവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു, അവരുടെ കാര്യത്തിൽ ഇടപെടാൻ നിന്നോട് ആരാ പറഞ്ഞ്, തിരിച്ചു പോയി പറ, അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് ഞാനാണെന്ന് അവരോട് പോയി പറയാൻ പറഞ്ഞു. ആ അച്ചായനും ആന്റിയും തിരിച്ചു പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്നു. അവർ ഇച്ചിരി ദൂരെയാ, കോട്ടയത്താ, ഞങ്ങളൊന്നും കഴിഞ്ഞേരില്ല. അപ്പം തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ മോളെ നിന്നോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് സ്വസ്ഥതയില്ല, ദൈവം ഇങ്ങനെ. അവിടെ ഞാൻ എന്റെ ദൈവത്തിന്റെ മഹത്വം, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എന്റെ ആന്റി, എന്റെ കുഞ്ഞുങ്ങൾ 3 പേരും ഇംഗ്ലീഷ് മീഡിയത്തില് നന്നായിട്ട് പഠിച്ചു. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 2 പേരും ബിടെക് പാസ്സായി. എന്റെ മോളിപ്പോ +2. ഒരു പൈസയും കരുതി വെച്ചോണ്ടല്ല. ഞാൻ അതിനിടയ്ക്ക് എന്നെ പോലെയുള്ള മാതാക്കള് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഒത്തിരി ഭാരപ്പെടുന്നവരുണ്ട്, കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കാൻ എല്ലാവരും ഭാരപ്പെടുന്നത്. ഞാൻ അവരോട് പറയട്ടെ, നിങ്ങൾ കർത്താവിലൊന്ന് ആശ്രയിക്കുക, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുക, അവന്റെ കരുതൽ വരുക. 40 ആണ്ട് ഇസ്രായേൽ ജനത്തെ മരുഭൂമി കൂടെ നടത്തി ദൈവം തുറന്ന ആ മന്ന നിന്നുപോയില്ല. എപ്പോഴാ നിന്നുപോയ? ദേശത്ത് അവര് വിളവിറക്കി, അവർ ദേശത്തുനിന്ന് വിളവ് അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴാ അവരുടെ മന്ന നിന്നുപോയത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങള് പഠിക്കാൻ ദൈവം ഒരു വഴി തുറന്ന അതൊരിക്കലും നിന്നു പോകത്തില്ല. മനുഷ്യന്മാരൊരു കരം നീട്ടിയ നിന്നുപോയി. ശരീരത്തിലെ തോട് പറ്റി, കാക്കയുടെ വരവ് നിന്നുപോയി.
പക്ഷേ മന്ന നിന്നു പോയില്ല. മനസ്സിലായോ? എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരു മനുഷ്യരിൽ ആശ്രയിക്കരുത്. സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രരിൽ നിങ്ങൾ ആശ്രയം വെക്കരുത്. പക്ഷേ എന്ത് ചെയ്യുന്ന എളിയവനെയും വലിയവനെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന, കാക്കുന്ന, കരുതുന്ന, കരയുന്ന കാക്കുഞ്ഞിനും അതതിന്റെ ആഹാരം കൊടുക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക്. ആരെങ്കിലും ദൈവസ്നേഹം തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഒന്ന് വിശ്വസിച്ചാൽ മതി. കർത്താവെ ഞാൻ നിന്നെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ഓടിയെത്തും നമ്മുടെ അരിമനാഥൻ നമ്മുടെ അടുത്ത്. എന്റെ കുഞ്ഞ് രണ്ടാമത്തെ മോൻ ബിടെക് പഠിക്കുന്ന സമയം അവനൊരു സ്വപ്നം കാണുവാണ്ടി അവനിങ്ങനെ, അന്ന് അവന് 6ാമത്തെ സെമസ്റ്റർ പഠിക്കുന്നു. അവനൊരു സ്വപ്നം കാണുന്നു. അവന്റെ ബിടെക്കിന്റെ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു. അവൻ കാണുന്ന സ്വപ്നത്തിൽ പേര് നോക്കി അവന്റെ പേരെത്തി തേജസ് എന്നുള്ള പേരെടുത്തിട്ട് ഈ സർട്ടിഫിക്കറ്റ് എടുത്ത് മാറ്റി വെക്കുന്നു കൂട്ടത്തിൽ നിന്ന്. അവൻ എന്നോട് നേരം എടുത്തിട്ട് അമ്മ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ട്. അപ്പം പറഞ്ഞു, മോനെ പിശാചിന്റെ എന്തോ പ്ലാനും പദ്ധതിയുണ്ട് നമുക്ക്. ഞങ്ങൾ അന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ വിഷയം. ഞങ്ങൾ അത് വന്നിട്ട് ഞങ്ങളുടെ പേഴ്സണൽ പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിക്കാൻ. 6ാം സെമസ്റ്റർ കഴിഞ്ഞു, 7ാം സെമസ്റ്റർ കഴിഞ്ഞു, എല്ലാ സെമസ്റ്ററും എന്റെ കുഞ്ഞ് പാസ്സാ. 8ാം സെമസ്റ്റർ എത്തി. അന്ന് ഞങ്ങൾക്ക് 1,20,000 രൂപ അതിന് ഫീസ് ഒരു വർഷം. അപ്പൊ ഈ 4 വർഷവും കെട്ടണമല്ലോ. ഈ വർഷമായപ്പം കോവിഡൊക്കെ കഴിഞ്ഞ് നമുക്ക് ഭയങ്കര പ്രയാസം, നമുക്ക് അടയ്ക്കാനൊന്നും പറ്റാത്ത ഒരു അനുഭവമാണ്. അപ്പോഴാ ഈ സ്വപ്നവും കണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 8ാമത്തെ സെമസ്റ്റർ എത്തി. നമ്മൾ സെമസ്റ്റർ ഫീ അടയ്ക്കാത്തത് കൊണ്ട് കുഞ്ഞിനെ അവർ എക്സാമിന് രജിസ്റ്റർ ചെയ്യത്തില്ല. നമുക്ക് 7 സെമസ്റ്ററും പാസ്സായതിന് ഒരു സബ്ജക്റ്റ് എങ്കിലും തോറ്റ് കിടപ്പുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എഴുതിയെടുക്കേണ്ടത്. അതിന്റെ കൂടെ ഈ 8ാമത്തെ സെമസ്റ്റർ എഴുതാന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ 7 സെമസ്റ്ററും ഫുള്ള് പാസ് ആയ മോൻ 8ാമത്തെ സെമസ്റ്റർ പരീക്ഷ എന്റെ കുഞ്ഞിന് അവർ എക്സാമിന് രജിസ്റ്റർ ചെയ്യിക്കത്തില്ല. ആൻഡ് ഈ ലാസ്റ്റ് ദിവസമായി. അന്ന് ഞാൻ ഈ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലമാണ്. വേറെ നിവൃത്തിയൊന്നുമില്ല. ആ ലാസ്റ്റ് ഡേയില് അത്ഭുതകരമെന്നോണം എനിക്ക് പറയാൻ വാക്കുകളില്ല. എന്നെ സഹായിച്ച വ്യക്തിയെ ദൈവം ധാരാളമായിട്ട് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് അനുഗ്രഹിക്കും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും മനസ്സ് തകർന്ന ഞാൻ ഇവിടെ ഇരുന്നത്. എന്റെ ദൈവം എന്റെ കുഞ്ഞിന്റെ മുഴുവൻ പെൻഡിങ്ങുള്ള ഡ്യൂ ഫീസും അന്ന് കൊടുക്കാൻ ഇടയായി. അന്ന് എന്നെ വേറൊരു ഉപകാരം കൂടെ ചെയ്തു. അന്ന് അവർ ഇവിടുന്ന് അങ്കമാലിക്ക് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് ആ കോളേജിന്റെ അവിടെയുള്ള ആ ബാങ്കിൽ കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാനും ഇടയായിത്തീർന്നു. അല്ലാതെ ചെക്ക് ഞങ്ങളുടെ കയ്യിൽ തരുമായിരുന്നെങ്കിൽ ഞങ്ങൾ പിറ്റേ ദിവസം ബാങ്കിൽ കൊണ്ടിടുമ്പോൾ അത് പറ്റത്തില്ല. കാരണം ഇന്നാ ലാസ്റ്റ് ഡേറ്റ്. നാളെ ഞങ്ങൾ ബാങ്കിൽ കൊണ്ടുവരുമ്പോൾ ഡേറ്റ് കഴിഞ്ഞു, എക്സാമിന് രജിസ്റ്റർ ആകാൻ പറ്റത്തില്ല. അങ്ങനെയും കൂടെ ദൈവം കരുണ ചെയ്ത് ലാസ്റ്റ് ബെല്ലിൽ പെട്ടെന്ന് അതിന്റെ കൗണ്ടർ ഫോയിലൊക്കെ ഇട്ട് തരുമോ, കോളേജിലോട്ട് വിളിക്കുക, ഓടിച്ചെല്ലുക. മീൻസ് ആ ലാസ്റ്റ് 5 മണി കോളേജ് കൗണ്ടർ ഓഫീസ് അടച്ചു പോയി അവരാരും വരികയുമില്ല. പിന്നെ വന്ന് അങ്ങനെ ആ അവസാന നിമിഷത്തിൽ എന്റെ കുഞ്ഞിന് എക്സാം രജിസ്റ്റർ ആയി. അവൻ 8ാമത്തെ സെമ്മും അത്ഭുതകരമായിട്ട് പാസ്സായി. ഇന്ന് ദൈവകൃപയാൽ അവന് കുവൈറ്റില്ല. അവർ കുവൈറ്റിൽ പോയതും ആന്റി വളരെ അത്ഭുതമായ സാക്ഷി. ഞങ്ങള് വിദേശത്ത് പോകാനായിട്ട് ഒരു ഏജൻസിയോ അല്ലെങ്കിൽ മറ്റൊരാളോട് പറയുകയോ ഒരു ആപ്ലിക്കേഷനോ, കാരണം ഞങ്ങൾക്ക് കുഞ്ഞിനെ വിടാനുള്ള നിർവാഹം ഇല്ല. കാരണം ഇച്ചിരി പൈസയൊക്കെ വേണമല്ലോ വിടാനായിട്ട്. പക്ഷെ അത്ഭുതമെന്നോണം അവന്റെ ഒരു കൂട്ടുകാരൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ ഒരു വേക്കൻസി വന്നെന്ന് അറിഞ്ഞിട്ട് അവൻ പോലും അറിയാതെ, അവനോട് ചോദിക്കാതെ അവന്റെ കൂട്ടുകാരൻ അവന്റെ ബയോഡേറ്റ അവിടെ കൊടുത്തു. ആ കമ്പനിയിൽ നിന്ന് അവര് വിളിച്ചു. ഓൺലൈനിൽ അവൻ ഇന്റർവ്യൂ ചെയ്തു. അങ്ങനെ പെട്ടെന്ന് അപ്പം പൈസ ഒന്നുമില്ല. ദൈവം അതിനെല്ലാം ഉള്ള വഴികളെല്ലാം ഒരുക്കി. കുഞ്ഞ് 1 മാസമായി ഇപ്പം കുവൈറ്റില്ല. അപ്പൊ ഞാൻ പറയും, ഇത് പ്രീ പ്ലാൻഡ് അല്ല. ഇത് ദൈവം ഞങ്ങൾക്ക് ഇന്നെ ചെയ്യണം, കുഞ്ഞിനെ വിടണം, എവിടെങ്കിലും പോകണം ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങള് ഈ നാട്ടിൽ എവിടെങ്കിലും ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുന്ന കാലങ്ങളാണ്. അപ്പൊ ഞാൻ പറയും, ഇങ്ങനെയാണ് എന്റെ ജീവിതം ഇവിടത്തോളം എത്തിയത്. ഓരോ ദിവസവും അത്ഭുതമാണ്. ഇനിയും ഞങ്ങളെ നടത്തിയതും കരുതിയതും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം കാക്ക വന്നതും ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാക്ക വന്ന കഥകൾ പറഞ്ഞാൽ തീരുകയില്ല. കാരണം ഇത് ഞാൻ ഇച്ചിരി കാര്യങ്ങൾ ഞാൻ അങ്ങനെ ഓടിച്ചോടിച്ച് പറഞ്ഞുള്ളൂ. മെയിനായിട്ട് ഇതേപോലെയുള്ള വിഷയങ്ങൾ ഞാൻ ഒന്ന് പറയട്ടെ. ഈ എന്റെ ജീവിതാനുഭവം, എന്റെ പേരൻസിനെ, എന്റെ സഹോദരങ്ങളെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചു. എന്നെ തള്ളിക്കളയാമായിരുന്നു. യേശയ്യാവ് പഠനത്തിൽ പറയുന്നു, കുശവൻ തന്റെ കയ്യില് ആ പാത്രം ചീത്തയായി പോയി കളഞ്ഞില്ല. നമ്മുടെ കർത്താവ് അതിനെ കളഞ്ഞില്ല, എന്നെ കളഞ്ഞില്ല. എന്റെ കർത്താവ് അതിനെ വീണ്ടും ഒരു പാത്രമായിട്ട് എന്റെ കർത്താവിന്റെ കയ്യിൽ പണിതെടുത്തു. പ്രിയ സഹോദരങ്ങളെ, ആരെങ്കിലും ഈ വിധത്തിൽ നിരാശപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല. ദൈവം അത്ഭുതകരമായിട്ട് ദൈവം നടത്തും.
ദൈവം കരുതും. ദൈവത്തിന് വിശ്വസിക്കുക മാത്രം ചെയ്യുക, ഉറപ്പും ധൈര്യമുള്ളവരായിട്ട് ഇരിക്കുക. ഇത്രത്തോളം എന്റെ അനുഭവ സാക്ഷ്യങ്ങളെ പറയുവാൻ എന്റെ ദൈവം സഹായിച്ചു. പ്രിയ ജോയ്സ് ടിവിയോടുള്ള നന്ദി, പ്രിയ റേച്ചൽ ആന്റിയോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. എന്നെ കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ ഇതിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്റെ ചേച്ചിയുടെ മകൻ, അതായത് പേഴ്സൺ പാസ്റ്ററുടെ മകൻ പ്രൈസ് ആണ്. അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞാണ്. എന്റെ ചേച്ചിയാണ് ഞങ്ങൾ എല്ലാവരും വിശ്വാസത്തിൽ വരാനായിട്ടൊരു മുഖാന്തരമായി തീർന്നത്. അവരുടെ വേല, അവരുടെ പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. എന്റെ സഹോദരങ്ങളെല്ലാം ഓരോരുത്തർക്ക് ദൈവവേലയിലാണ്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് എന്റെ കോളേജ്, ഞാൻ ആയിരിക്കുന്ന എന്റെ സ്ഥാപനം ഡൂലോസ് തിയോളജിക്കൽ കോളേജ്, അശോകപുരം, ആലുവ, ഞങ്ങളുടെ കോളേജിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒത്തിരി ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ പുറത്തു നിന്നും കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് അഭ്യസിപ്പിച്ച് കർത്താവിന്റെ വേലയ്ക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥാപനമാ ഞങ്ങളുടെ സ്ഥാപകൻ ഡോക്ടർ ടി ബി അബ്രഹാം. അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നു. നമുക്കറിയാം ഷാരോണിന്റെ ജനറൽ സെക്രട്ടറി. അങ്ങനെ പല വിധത്തില് ദൈവത്തിന്റെ വേല ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് ഞങ്ങളുടെ ഫൗണ്ടർ. അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ മോളി അബ്രഹാം. മമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. കോളേജിനെ, എന്റെ കുടുംബത്തെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ മോള് സിസ്റ്ററെ, കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ ഒത്തിരി ഉണ്ട്. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം ആയിരുന്നതിന് നന്ദിയുണ്ട്. കർത്താവ് സഹായിക്കട്ടെ, പിന്നെയും കർത്താവ് ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദേവദാസി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഉന്നതനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗ്ഗീയപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. ദൈവമേ സ്തുതിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ വചനം, ദൈവം നടത്തിയത്, ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു സാക്ഷ്യം, ഒരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു കർത്താവേ. ദൈവമേ സ്തുതിക്കുന്ന അടിയൻ കടന്നുപോയ വിധങ്ങൾ, ആ അനുഭവത്തിലെല്ലാം ദൈവം നടത്തിയത് കർത്താവെ ഷെയർ ചെയ്യുവാൻ എന്റെ കർത്താവ് എന്നെ സഹായിച്ചു. ഇത് കേൾക്കുന്ന ഒത്തിരി പേരുണ്ടാവും കർത്താവ്. തുറന്നു പറയുവാൻ കഴിയാതെ വണ്ണം മാനസികമായി ഞെരുങ്ങി ജീവിക്കുന്ന അനേകരുണ്ടാവും കർത്താവ്. അവരുടെ ജീവിതത്തില് കർത്താവ് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരുവാൻ, ഒരു തണുപ്പായി തീരുവാൻ, അവരും കണ്ണു തുറന്ന് കർത്താവിനെ അറിയുവാൻ എല്ലാം കാരണമായി തീരണമേ. കർത്താവെ സ്തുതിക്കുന്ന അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. ദൈവം ഇതുപോലെ അടുത്തിരിക്കുന്ന ജാതി വേറെ ഏതുള്ളൂ അങ്ങനെ വചനം പറയുമ്പോൾ ദൈവമേ, ദൈവത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ രുചിച്ചറിയുവാൻ, യഹോവ നല്ലവനെന്ന ജീവിതത്തിൽ രുചിച്ചറിയുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ജോയ്സ് ആന്റിയെ, കർത്താവെ, പാസംഗമേ, കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ. ജോയ്സ് ഇവിടെ പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. ഈ നാടുകളിൽ പിന്നെയും കർത്താവ് വേല വിശാലമാക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെയും കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ചാനലിലൂടെ കർത്താവെ പുറത്തു വരുവാൻ, അനേകർ കർത്താവെ കർത്താവിനെ അറിയുവാൻ, ആശ്വാസം പ്രാപിപ്പാൻ, അല്ലെങ്കിൽ നിത്യതയ്ക്ക് കൂട്ടവകാശികളായി തീരുവാൻ എല്ലാം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്നെ പകലോ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ മഹത്വം അപ്പനർപ്പിക്കുന്നു. എല്ലാ ഞങ്ങൾക്കായിട്ട് ജീവനെ തന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.